രോമാ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ തോമസ് മാത്യു അവറുകളാണ്. കർത്താവിൻ്റെ ദാസൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ദൈവം നടത്തിയ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അത്ഭുതകരമായ ഇടപെടലുകളും പ്രേക്ഷകരോടൊപ്പം തന്നെ പങ്കുവയ്ക്കുകയാണ്. ഈ വീഡിയോ നമുക്ക് അവർക്ക് അനുഗ്രഹമായി തരേണ്ടതിന് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാനും അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാണ്. നമ്മളൊരു ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ തോമസ് മാത്യു അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു പോകും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനും കാണുവാനും ഒക്കെ ദൈവം സഹായിച്ചല്ലോ. ഇങ്ങനെ ഒരു മനോഹരമായ ഒരു അവസരം ഒരുക്കി തന്ന സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ ഈ ഈ പ്രോഗ്രാം ക്രമീകരിച്ച പ്രിയ അരോമാ ടി വിയുടെ ഡയറക്ടർ പ്രിയ ദാനിയൽ ജോൺ പാസ്റ്റർക്കുള്ളതായുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നോർത്ത് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ ഒരു അവസരം ഒരുക്കി തരുവാന്ന കൊണ്ട് മുഖാന്തരമായത് എൻ്റെ കോട്ടയത്ത് പാമ്പാടിയിലുള്ളതായ എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ പ്രജിത്താണ്. ആ ദൈവദാസനോടുള്ള ആ സ്നേഹത്തെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ അരോമാ ടി വിയിലൂടെ ഉള്ളതായ സാക്ഷ്യം, അനേക ദൈവ മക്കളുടെ സാക്ഷ്യം കേൾക്കുവാന്നൊക്കെ കഴിഞ്ഞ നാളുകളിൽ ദൈവം എനിക്ക് സഹായിച്ചിട്ടുണ്ട്. വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ, ജീവിതത്തിൽ ദൈവം ചെയ്ത വൻ കൃപകളെ കുറിച്ച്, വൻ ക്രിയകളെ കുറിച്ച് പറയുന്ന ആളുടെ സാക്ഷ്യമൊക്കെ വളരെ പ്രചോദനമായിരുന്നു. അതിന് സുദീർഘമായ രീതിയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ഒന്നും മുഖവുര പറയാതെ തന്നെ ഞാൻ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. എൻ്റെ പേര് തോമസ് മാത്യു എന്നാണ്. ഞാൻ കോട്ടയത്തെ കളത്തിപ്പടിക്കടുത്ത് പൊൻപള്ളി എന്ന സ്ഥലത്ത് സിയോൻ ഫെയ്ത്ത് അസംബ്ലി എന്ന സഭയിൽ ശുശ്രൂഷിച്ചു വരുന്നു. എൻ്റെ വൈഫിൻ്റെ പേര് ഡെയ്സി എന്നാണ്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മൂത്തത് മകളാണ്. മകളുടെ പേര് സ്വീറ്റി. മകളും കുടുംബവും ബാംഗ്ലൂരിലായിരിക്കുന്നു. മകള് അവിടെ ബാംഗ്ലൂരിലെ ഒരു ഡാനിഷ് കമ്പനി നോവ ഡിസ്ക് എന്ന് പറഞ്ഞുള്ള ഒരു കമ്പനിയിൽ റെഗുലേറ്ററി അഫയേഴ്സിലെ സീനിയർ പൊസിഷൻ ജോലി ചെയ്യുന്നു. മകന് സുമിത് എന്നാണ് പേര്. അവന് ഓസ്ട്രേലിയയിൽ ബ്രിസ്ബെയിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവിടെ ബ്രിസ്ബെയിനിലെ ഹോളി സ്പിരിറ്റ് പോർട്ടൽ ചർച്ച് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു പ്രാദേശിക സ്വതന്ത്ര സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ ഭവനത്തിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ അവരെ നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഞങ്ങള് 8 സഹോദരങ്ങളാണ്. അതിൽ 9 സഹോദരങ്ങളായിരുന്നു. ഒരാള് മരിച്ചുപോയി, ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. ബാക്കി 8 പേരിൽ മൂത്തത് ഞാനാണ്. മറ്റേ 2 സഹോദരിമാരും 5 സഹോദരന്മാരുമുണ്ട്. അതിൽ ഒരു സഹോദരൻ USA വർക്ക് ചെയ്യായിരുന്നു. കോവിഡിന്റെ സമയത്ത് താൻ നിത്യതയിൽ ചേർക്കപ്പെട്ടു. ബാക്കിയുള്ളവർ എല്ലാവരും ഇപ്പോൾ അതിനകത്ത് ഒരാള് ഓസ്ട്രേലിയയിലെ സിഡ്നി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്യുന്നു കുടുംബമായിട്ട്. എൻ്റെ ഇളയ സഹോദരന് ഷാജി എന്ന് പറയുന്ന എൻ്റെ പേര്. അവന് AGയിലെ ഒരു ദേവദാസനാണ്. കാനഡയിലാണ് താൻ ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഒരു സഭയിലെ ശുശ്രൂഷയും ചെയ്യുന്നു. ബാക്കിയുള്ള 2 സഹോദരിമാര് അമേരിക്കയിലെ ന്യൂയോർക്ക് സ്റ്റേറ്റിൽ കുടുംബമായിട്ട് അവർ സുഖമായി കഴിയുന്നു. അവരൊക്കെ വിശ്വാസത്തിലാണ്. മറ്റേ സഹോദരന്മാരും അവരും ന്യൂയോർക്കിലാണ്. അവരെല്ലാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട വിശ്വാസത്തിൽ കഴിയുന്ന സഹോദരങ്ങളാണ്. എൻ്റെ വൈഫിൻ്റെ വീട്ടില് അവര് 9 സഹോദരങ്ങളായിരുന്നു. അതിനകത്ത് 3 പേര് ഈ നിത്യതയിൽ ചേർക്കപ്പെട്ടു. ബാക്കിയുള്ളതില് മൂത്ത ആള് 84 വയസ്സുള്ള ആളാണ്. ആള്
കഴിഞ്ഞ ദിവസം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷാവായിട്ട് സ്വീകരിക്കാനിടയായി. എൻ്റെ ഭാര്യയും താൻ ഒരുമിച്ച് രക്ഷിക്കപ്പെടുവാനിടയായി. അവർ CSA പശ്ചാത്തലത്തിലുള്ളവരാൽ അനേക വർഷങ്ങളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ദൈവം അവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നു. ബാക്കി ഉള്ള 3 സഹോദരിമാര് അവരും രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ വന്നിരിക്കുകയാണ്. അവര് വേർപെട്ട വിശ്വാസത്തിലാണ്. അവര് വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നു. ഒരു സഹോദരൻ ഇവിടെ കോട്ടയത്ത് തന്നെയാണ്. താനും കുടുംബമായിട്ട് രക്ഷിക്കപ്പെട്ട് വേർപെട്ട വിശ്വാസം ഞങ്ങളുമായിട്ട് ഒരുമിച്ച് ആരാധിക്കുന്നു. ഞങ്ങളുടെ ഇവിടെ ഉള്ള സഭയിലാണ് ആരാധിക്കുന്നത്. ഡേസിയുടെ മാതാവും പിതാവും നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഇതാണ് കുടുംബത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ളതായ വിവരണം. ഇതാണ് 1954 ഞാൻ പത്തനംതിട്ട ജില്ലയിലുള്ളതായ അന്ന് കൊല്ലം ജില്ലയായിരുന്നു. ഇലന്തൂർ എന്ന് പറഞ്ഞതായിട്ടുള്ള സ്ഥലത്ത് അടുത്തുള്ളതായ കാരമേലി എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ഒരു മാർത്തോമ കുടുംബത്തിലാണ് ജനിച്ചത്. കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ചിരുന്ന ഒരു ഇടത്തര കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ മാതാപിതാക്കൾ മർത്തോമക്കാരായിരുന്നു. അതുകൊണ്ട് ഞാനും ആ മർത്തോമയുടെ വിശ്വാസത്തിൽ വളർത്തപ്പെട്ടു. മുമ്പോട്ട് ഇലന്തൂരിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മകളുണ്ട്. ഇടയാറന്മുള എന്ന് പറയുന്ന സ്ഥലം ഇലന്തൂരിനടുത്താണ്. മൂത്താമ്പക്കൽ കൊച്ചുകുഞ്ഞ് ഉപദേശി, കുന്നുംപുറത്ത് KV സമീർ സാറ്, ഇലന്തൂരെ TK ശമുവേൽ സാറ്, ഇങ്ങനെയുള്ളതായ ദേവദാസന്മാരുടെ ആത്മീയ പാരമ്പര്യമുള്ളതായ ഒരു സ്ഥലമാണ് ഇലന്തൂർ എന്ന് പറയുന്നത്. ആ ഇലന്തൂരും ആന്ധ്രാപ്രദേശങ്ങളിലും ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ളതായ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഞാൻ വാസ്തവത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന അവിടെ വെച്ചാണ്, ജീവിതം തുടങ്ങുന്ന അവിടെ വെച്ചാണ്. ഞാൻ 13ാമത്തെ എൻ്റെ വയസ്സിൽ ഇലന്തൂർ ശാന്തി ആശ്രമം എന്ന് പറഞ്ഞതായുള്ള ഒരു ആശ്രമത്തിന്റെ മുറ്റത്ത് ഒരു കൺവെൻഷൻ നടന്നു. 3 ദിവസത്തെ സുവിശേഷ യോഗമായിരുന്നു. അന്ന് പ്രധാന ശുശ്രൂഷ ചെയ്തിരുന്നത് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ആളുടെ അടൂർ നിന്നുള്ളതായിട്ടുള്ള കൊച്ചു കുഞ്ഞപ്പി ഉപദേശി എന്ന് പറയുന്ന ആളുടെ ഒരു ദൈവദാസനാണ് അന്ന് പ്രസംഗിച്ചത്. തൻ്റെ അതിഗംഭീരമായ പ്രസംഗം, ആത്മീയമായിട്ടുള്ള മർത്തോമക്കാരനാണെങ്കിലും അന്നൊരു ആത്മീയ വെളിപ്പാടും ഉൾക്കാഴ്ചയും ഉള്ളതായ ഒരു തലമുറയായിരുന്നു അത്. ഉപദേശിയുടെ പ്രസംഗം വളരെ ശക്തമായ പ്രസംഗമായിരുന്നു. ആ പ്രസംഗത്തിൽ അനേകര് രൂപാന്തരപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാനിടയായി. അവസാനത്തെ 3ാമത്തെ ദിവസം കടശി യോഗം എന്ന് പറയുമല്ലോ, ആ കടശി യോഗത്തെ അവസാനത്ത് ദേവദാസൻ വോട്ടർ കോള് തന്നു. ആ വോട്ടർ കോളിൽ അനേകര് മുൻപോട്ട് വന്നു. ആ കൂട്ടത്തിൽ ഞാനും മുന്നോട്ട് ചെന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാനായിട്ട് ഇടയായി. വളരെ ആനന്ദകരമായ ആ അനുഭവം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. 13ാമത്തെ വയസ്സിൽ ഞാനത് അങ്ങനെ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നെല്ലിക്കാലായിലായിരുന്നു. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കാരമ്പേലി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കോളേജ് വിദ്യാഭ്യാസത്തിനായിട്ട് സെൻറ് തോമസ് കോളേജ്, കോഴഞ്ചേരിയിലുള്ള സെൻറ് തോമസ് കോളേജിൽ ജോയിൻ ചെയ്തു. ഈ സമയത്തൊക്കെ ഞാൻ ഒരു മർത്തോമക്കാരനായിട്ട് തന്നെയാണ് ജീവിച്ചത്. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും അന്നത്തെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന എന്ത് ചെയ്യണം, അവനെങ്ങോട്ട് പോകണം, ഏത് ഉപദേശം എങ്ങനെ പഠിക്കുവാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഒരു മർത്തോമക്കാരനായിട്ട് തന്നെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു മുന്നോട്ട് പോയി. അങ്ങനെ കോളേജ് വിദ്യാഭ്യാസത്തിന് സെൻറ് തോമസ് കോളേജ് ജോയിൻ ചെയ്തു. അന്ന് എനിക്ക് ആത്മീയമായിട്ട് വളരെ ഉയരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ വിദ്യാർത്ഥികളുടെ ആത്മീയ പ്രസ്ഥാനമായ UESAയിൽ ചേരുവാനൊക്കെയിടയായി. അങ്ങനെ മുമ്പോട്ട് പോകുന്നു. എങ്കിലും എനിക്ക് ഒരു ആത്മീയമായിട്ട് മുന്നോട്ട് വരുവാന്നൊക്കെ ഇടയായില്ല. ഒരു മർത്തോമാക്കാരനായിട്ട് തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി. ഒരു വേർപെട്ട വിശ്വാസത്തിലേക്ക് വരുവാനുള്ള ഭാഗ്യം ദൈവം അന്ന് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ദൈവദാസന്മാരൊക്കെ പല സമയങ്ങളിൽ എന്നോട് പറയുമായിരുന്നു,
ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്. പദ്ധതി പ്രകാരം ദൈവം തക്ക സമയത്ത് ഇടപെടുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊന്നും വെളിപ്പെട്ടു വന്നില്ലായിരുന്നു. അപ്പോൾ തന്നെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പിശാചും എൻ്റെ പുറകെ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അപകടപ്പെടുത്തണമെന്നുള്ള ആളെ ചിന്തയോട് അവനും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ 1972 പ്രീ ഡിഗ്രിക്ക് 2ാമത്തെ വർഷം കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാനൊരു വിവാഹത്തിന് പങ്കെടുക്കുവാനായിട്ട് പോയി. അന്നത്തെ സാഹചര്യം അനുസരിച്ച് പ്രത്യേക സമയങ്ങളിലൊക്കെ യാത്ര ചെയ്യുവാനായിട്ട് ജീപ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വന്ന് വിവാഹമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഭവനത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു വലിയ റോഡിൽ നിന്നും ഒരു വളവ് തിരിഞ്ഞ് വേറൊരു റോഡിലേക്ക് കയറുന്ന സമയത്ത് ഈ ഡ്രൈവർക്ക് ജീപ്പിന്റെ നിയന്ത്രണം വിട്ടുപോയി. ജീപ്പ് മറിഞ്ഞ് റോഡിന് താഴെ ഒരു 8 അടി താഴ്ചയിൽ ജീപ്പ് മറിഞ്ഞ് വീഴുവാനിടയായി. അത് തിരിഞ്ഞ് തലമറിഞ്ഞാണ് വീണത്. അതിനകത്ത് ഇരുന്നവരിൽ ഞാനും എൻ്റെ പിതാവിൻ്റെ ഒരു അനിയനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും ഈ ജീപ്പിന്റെ അടിയിലായിപ്പോയി. അപ്പം ബാക്കിയുള്ളവര് ജീപ്പിനകത്തും ഞങ്ങൾ അടിയിലുമായി. അപ്പം നിലവിളിയും കരച്ചിലും ഒക്കെ ഉണ്ടായി. വലിയ ബഹളം കേട്ട് അയൽവകക്കാരൊക്കെ കൂടി വന്നപ്പോൾ ഇങ്ങനെ കിടക്കുന്ന സംഭവമാണ് കാണുന്നത്. ജീപ്പിനകത്തുള്ളവരെ രക്ഷപ്പെടുത്തി വെളിയിലിറക്കി. ഇനി ആരും ഇല്ലല്ലോ എന്നുള്ളതാണ് അവർ ചോദിക്കുമ്പോൾ കൂടെ വന്നവർ പറഞ്ഞ് 2 പേരെ കൂടെ കാണാനുണ്ട്. അപ്പൊ ആ 2 പേരെ കാണാനുണ്ട്. ഞങ്ങൾ 2 പേരും ജീപ്പിന് അടിയിലായിപ്പോയി. അപ്പം ഞങ്ങളെ ഒരു പ്രകാരത്തില് വലിച്ചു വെളിയിലെടുത്ത് റോഡില് കൊണ്ട് കിടത്തി. അപ്പോൾ ഞങ്ങൾക്ക് യാതൊരു അനക്കവുമില്ല. മരിച്ചതുപോലെ കിടന്നു, ഒരു അനക്കവുമില്ല. അപ്പം നാട്ടുകാർ വന്നവരൊക്കെ ഞങ്ങളുടെ അയൽവക്കത്ത്, ഞങ്ങളവിടെ ഈ കടവനട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഞങ്ങളുടെ വീട് എലന്തൂരാണ്. ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അവിടെ പെട്ടെന്ന് നമ്മുടെ വീട്ടില് വാർത്ത ചെയ്യുന്നു, ഞങ്ങൾ 2 പേരും മരിച്ചുപോയി എന്നുള്ളതാണ്. മരിച്ചുപോയി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അവിടെ മാതാപിതാക്കളും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഓടി വന്നു. അവിടെ കടവനട്ട പ്രദേശത്തേക്ക് വന്നു. പക്ഷെ അവർ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലില് സുഖത്തോടെ ഒരു പ്രയാസവും, ഞാൻ പറയട്ടെ, ഒരു ദേഹത്ത് ഒരു മുറിവ് പോലും ഇല്ലാതെ വണ്ണം തമ്പുരാൻ കരുതി. ഞാനിപ്പോഴും വിശ്വസിക്കും ദൈവത്തിന്റെ വലിയൊരു പദ്ധതി. ദേവദാസൻ പറഞ്ഞതുപോലെ എനിക്ക് ഓർമ്മ വന്നു. ആ പദ്ധതി ഉണ്ടായിരുന്നുകൊണ്ട് എന്നെ ശത്രുവിന് യാതൊരു അപകടവും വരുത്തുവാൻ സാധിച്ചില്ല. ഞങ്ങൾ 2 പേരും സൗഖ്യത്തോടെ ഭവനത്തിൽ ചെന്ന് ചേർന്നു. അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി. അവിടെ നിന്ന് ജോലിക്ക് വേണ്ടി ഇങ്ങനെ ശ്രമിച്ചു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു ഇടത്തര ഭവനത്തിലാണ്. അപ്പം ഞാനാണ് കുടുംബത്തിലെ ഈ ആദ്യത്തെ ആള്. ഈ അത്രയൊക്കെ പഠിച്ചു. ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചു വരികയാണ്. അച്ചായനെ കൃഷിക്കാരനായതുകൊണ്ട് അതിനുള്ള വരുമാനത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാനായിരുന്നു ഒരു വരുമാനത്തിന്റെ സോഴ്സ്. അപ്പം അങ്ങനെ അച്ചായൻ്റെ ഒരു കൂട്ടുകാരൻ പാട്നയിലുണ്ടായിരുന്നു. അങ്ങനെ ആ കെയർ ഓഫിൽ ഞാൻ ബീഹാറിന്റെ തലസ്ഥാനമായ പാട്നയിലേക്ക് പോയി. അത് ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. അപ്പൊ അവിടെ ചെന്നു. കുറച്ച് അധികം ആള് കഴിയുന്നതിന് മുമ്പ് എനിക്ക് അവിടെ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി. ആ ജോലിയിൽ തുടർന്നു. ജോലിയിൽ മുമ്പോട്ട് പോയി. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. ആ കാലത്ത് കുറച്ചുകൂടെ കഴിഞ്ഞ് എൻ്റെ വിവാഹം നടന്നു. വിവാഹം മുമ്പേ പറഞ്ഞതുപോലെ കോട്ടയത്ത് കളത്തിപ്പടിയിലുള്ളതായ ഡെയ്സി എന്നതായിട്ടുള്ള ആളുമായിട്ടാണ് വിവാഹം ഫിക്സ് ചെയ്ത്. ഞങ്ങളുടെ വിവാഹം 1981 ഒക്ടോബർ 10-ാം തീയതി നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പട്നയിൽ 2 പേരും കൂടെ മുമ്പോട്ട് പോയി. അവിടെ തുടർന്നു. വൈഫ് അവിടെ പട്ന മെഡിക്കൽ കോളേജിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞതായിട്ടുള്ളതായ ഒരു ഡിവിഷനിൽ അവിടെ ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പം അവിടെ മുന്നോട്ട് പോയി. ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 2 പേരും ആ കാലഘട്ടത്തിൽ മൂത്ത മകളും ഇളയ മകനും അവിടെ വെച്ച് അവർ ജനിച്ചു. കാര്യങ്ങൾ മുന്നോട്ട് അങ്ങനെ നീങ്ങി. വളരെ സന്തോഷകരമായ എന്ന് തോന്നുന്നതായ സാഹചര്യമായിരുന്നു. എന്നാൽ മുമ്പോട്ട് അധികം പോകുന്നതിന് മുമ്പ് അവിടെ ശത്രു ഇടപെടുവാനായിട്ട് തുടങ്ങി. ഞങ്ങളുടെ വളരെ ശാന്തമായിട്ട് പോയിക്കിരുന്ന ആളെ കുടുംബ ജീവിതം വളരെ പ്രയാസത്തിലായി. ആ ഒരു
പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ തനിയെ അവിടെ നാട്ടിൽ പോകേണ്ട ആവശ്യം വന്നു. നാട്ടിൽ പോയി. അപ്പം പറ്റ്നായിൽ ഡേസിയും കുഞ്ഞുങ്ങളും മാത്രമായി. മറ്റുള്ള പരിചയക്കാരും പിന്നെ ഡേസിയിലെ 1-2 സഹോദരിമാരുണ്ടായിരുന്നു. അവരുമൊക്കെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഞാൻ പോയി. അന്നത്തെ കാലത്ത് നാട്ടിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റ്നായിൽ നിന്ന് പോകുക എന്ന് പറയാൻ 4 ദിവസത്തെ യാത്രയായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ അറിയുന്നില്ല ഇവിടെ ഒരു പ്രയാസമുണ്ടായി. ഡേസി അന്ന് ഞാൻ പറഞ്ഞില്ലേ പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യായിരുന്നു. ഈ പാറ്റ്നയെ സംബന്ധിച്ചോളം വേനൽക്കാലം എന്ന് പറയുന്നത് വളരെ ചൂടുള്ളതായ സമയമാണ്. മഞ്ഞപ്പിത്തം പോലുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പഠിക്കുന്ന ഒരു സമയമാണ് ഉഷ്ണകാലം, ചൂടുകാലം, സമ്മർ. അപ്പൊ അവിടെ വൈഫ് ജോലി ചെയ്യുന്നതായിട്ടുള്ളതായുള്ള ആ ലാബറട്ടറിയിൽ ആൾക്കാർ ടെസ്റ്റിങ്ങിന് വരും. മഞ്ഞപ്പിത്തത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സീസൺ ആയിരുന്നു. അവിടുന്ന് ആ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബ്ലഡൊക്കെ ഇന്നത്തെ രീതിയിലുള്ളതായ നൂതനമായിട്ടുള്ളതായുള്ള അപ്പാരറ്റസ് ഒന്നും ഇല്ലായിരുന്നു, ക്രമീകരണമൊന്നും ഇല്ലായിരുന്നു, സുരക്ഷിതത്വം പറയത്തക്ക രീതിയൊന്നുമില്ലായിരുന്നു. ഈ നമ്മളൊക്കെ വായ കൊണ്ടൊക്കെ ആയിരുന്നു പിപ്പറ്റ് വെച്ചിട്ട് ബ്ലഡ് വലിച്ച് അങ്ങനെയുള്ള ഒരു സംവിധാനമായിരുന്നു. എങ്ങനെയോ തനിക്ക് ഇൻഫെക്ഷൻ പിടിച്ചു. പെട്ടെന്ന് മഞ്ഞപ്പിത്തം ബാധിച്ചു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ. അപ്പൊ ഞാൻ അവിടെ ഇല്ല, തനിയാണ് ഹോസ്പിറ്റൽ. അവിടെയുള്ള പരിചയക്കാരും മറ്റുള്ളവരൊക്കെ കൂടി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നോർമലി നമുക്കറിയാവുന്ന പോലെ അതിൻ്റെ ഈ ബ്ലഡിലെ സീറം ബിലൂറിമിൻ എന്ന് പറയുന്ന ആളുടെ ഘടകം 1-ൽ താഴെയാണ് നോർമൽ റേഞ്ച്. എന്നാൽ ഡേസിയുടെ ശരീരത്തിൽ അന്ന് അതിൻ്റെ അളവ് 16 തൻ്റെ ശരീരം വളരെ ക്ഷീണിച്ചു. മാത്രമല്ല ശരീരം മുഴുവനും മഞ്ഞ നിറമായി. താൻ വലിയ പ്രയാസത്തിലായി. ഡോക്ടർമാരൊക്കെ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സംവിധാനമായിരുന്നു. ഡോക്ടർമാരൊക്കെ വന്ന് ചികിത്സിച്ചു. പക്ഷെ അവരെ കൊണ്ടൊന്നും അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്ന അവസ്ഥയായി. താന് ഒരു രീതി പറഞ്ഞ ഒരു കോമയിലേക്ക് പോയി. താനിങ്ങനെ ഒരു മിക്കവാറും മയക്കത്തിലായിരുന്നു. മയക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ താൻ ധരിച്ചിരുന്ന മാലയിലുള്ളതായുള്ള കുരിശ് പിടിച്ച് ദൈവത്തോട് പറയും, ദൈവമേ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, എനിക്ക് 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ്. വളരെ വേദനയോടെ ദൈവത്തോട് കരഞ്ഞു. അന്ന് ദൈവമായിട്ട് ആ രീതിയിലുള്ള ബന്ധമില്ലായിരുന്നു. പക്ഷെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഞങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവം കൈവിട്ടില്ല. ദൈവം പ്രാർത്ഥന തീർച്ചയായും കേട്ടു. ഇങ്ങനെ ഇരിക്കുന്ന ആളുടെ സാഹചര്യത്തില് ഡൽഹിയില് ഡേസിയുടെ മൂത്ത സഹോദരി ജോലി ചെയ്തിരുന്നു, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ. താൻ അവിടെ നിന്ന് അറിഞ്ഞ് പെട്ടെന്ന് രാത്രി കൊണ്ട് അവിടെ വന്ന് പിറ്റേ ദിവസം വന്നു. അവിടെ വന്നിട്ട് താൻ മിക്കവാറും പറഞ്ഞ പോലെ മയക്കുമായിരുന്നു. എനിക്ക് ബോധം വന്ന സമയത്ത് താൻ പറഞ്ഞു, മോളെ നീ മരിച്ചു പോവും ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നീ ഒരു പാപിയാണ്. ഇന്ന് നീ മരിച്ചാൽ നരകത്തിലാണ് പോകുന്നത്. എന്നാൽ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നിനക്ക് പകരക്കാരനായിട്ട് മരിച്ചു എന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച, വായ കൊണ്ട് കർത്താവിനെ രക്ഷിതാവും കർത്താവും ഏറ്റുപറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ രോഗം സൗഖ്യമാവോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, നീ രക്ഷിക്കപ്പെട്ട് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും. അങ്ങനെ ദൈവത്തിന്റെ ഹിതത്താൽ ദൈവം തമ്പുരാന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. വൈഫ് അവിടെ രക്ഷിക്കപ്പെടുവാൻ ഇടയായി. അങ്ങനെ രക്ഷിക്കപ്പെട്ടു. ആ ദിവസം വൈകാറായപ്പോഴേക്കും തൻ്റെ രോഗ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വന്നു. ഡോക്ടർ വൈകിട്ട് വന്ന് തന്നെ കാണുമ്പോൾ ടെസ്റ്റ് റിപ്പോർട്ട് ചോദിച്ചു. അതിന്റെ റിപ്പോർട്ട് കണ്ടു. വാസ്തവത്തിൽ ഡോക്ടർ അതിശയമായി പോയി. 16 എന്നുള്ള ലെവലിൽ നിന്ന് നോർമൽ റേഞ്ചിലേക്ക് പെട്ടെന്നാണ് വന്നത്. അപ്പൊ പുള്ളിക്ക് സംശയം തീർക്കുവാനായിട്ട് തന്നെ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുവാനായിട്ട് പറഞ്ഞു. ഇപ്പോഴും അത് തന്നെയാണ് റിസൾട്ട്. ഡോക്ടർക്കും വളരെ സന്തോഷമായി, അവർക്കെല്ലാം സന്തോഷമായി. താൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. വാസ്തവത്തിൽ ഇത് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണ്. ഞങ്ങൾ ഇന്നും നന്ദി ഹൃദയത്തോടെ ഓർക്കുക. അപ്പം 1-2 ദിവസം കഴിഞ്ഞ് താൻ ഭവനത്തിലേക്ക് തിരിച്ചുപോയി കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ തിരിച്ച് നാട്ടിൽ നിന്ന് എനിക്കന്ന് ടെലഗ്രാമാണ് കിട്ടിയത്.
വേറെ മാർഗമൊന്നുമില്ല, ടെലിഫോണൊന്നുമില്ല. അപ്പം ആ ടെലിഗ്രാം കിട്ടിയത് ഞാൻ പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്ത് പട്നായിൽ ചെന്നു. പട്നായിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സൗഖ്യമായിരിക്കുന്നു. താൻ പറഞ്ഞു, താൻ എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാൻ ഈ ദൈവം എനിക്ക് സൗഖ്യം തന്നു, കർത്താവ് എന്നെ സൗഖ്യമാക്കി, എന്നെ ദൈവത്തിന് പൈതലാക്കി. അതുകൊണ്ട് ഞാൻ കർത്താവുമായിട്ടൊരു എഗ്രിമെന്റ് വന്നു, ഞാൻ സ്നാനപ്പെടാം, വിശ്വാസ സ്നാനമേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മർത്തോമക്കാരനാണല്ലോ, ആ മർത്തോമയുടെ ആ പാരമ്പര്യമൊക്കെ എൻ്റെ ഉണ്ട്. അപ്പൊ ഞാൻ അന്നത്തെ പള്ളിയുടെ സെക്രട്ടറിയും അങ്ങനെയുള്ളതായുള്ള സാഹചര്യത്തിലൊക്കെ ആയിരുന്നു. അപ്പം എന്നോട് ഞാൻ പറഞ്ഞു, നമുക്കത് പറ്റത്തില്ല, നമ്മൾ ചെറുപ്പത്തിലെ മാമോദീസ ഏറ്റതാണല്ലോ, ഇനിയൊരു സ്നാനം നമുക്ക് ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒക്കെ പുള്ളിക്കാരി നിർബന്ധിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഞാനത് അനുവദിക്കത്തില്ല, അത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കും ഈ മഞ്ഞപ്പിത്തം പിടിച്ചു. അത് എനിക്ക് പണ്ട് സാധാരണ നാട്ടിലായിരുന്നപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ഈ മഞ്ഞപ്പിത്തം വന്നിരുന്നു. പക്ഷെ അത് വലിയ കാര്യമായിട്ടില്ലായിരുന്നു. ചില നാട്ടുമരുന്ന് കഴിച്ച് അതങ്ങ് മാറുമായിരുന്നു. ഈ പ്രാവശ്യം വന്നപ്പോൾ അത് വളരെ കരച്ചിലായി വന്നു. എനിക്ക് ജോലി ചെയ്യാൻ വയ്യാതെ വന്നു. ഒരു ശരീരത്ത് വേദനയായി, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമായി. ഞാനൊരു ഉത്തരവാദപ്പെട്ടതായുള്ള സ്ഥാപനത്തിൽ ഉത്തരവാദപ്പെട്ട ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ആ പൊസിഷനിൽ എനിക്ക് ഓഫീസിൽ പോകാതിരിക്കാനും ഒക്കത്തില്ല, എന്നാൽ ശാരീരികമായുള്ള സ്ഥിതി എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഓഫീസിൽ നിന്ന് അത്യാവശ്യ പേപ്പേഴ്സൊക്കെ വീട്ടിൽ വരുമായിരുന്നു, ഞാൻ സൈൻ ചെയ്ത് അയക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ നിന്നപ്പോൾ ഡോക്ടേഴ്സൊക്കെ സജസ്റ്റ് ചെയ്തു, ഇത് പലതവണ ജോണ്ടീസ് വന്നതല്ലേ, ആണ് മഞ്ഞപ്പിത്തം വന്നതാണ്, അതുകൊണ്ട് ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം കാണും, അതുകൊണ്ട് ഒരു ലിവർ ബയോപ്സി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ലിവർ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പട്നായിൽ ചെയ്യുവാനായിട്ട് താല്പര്യമില്ലായിരുന്നു. വാസ്തവത്തിൽ നമുക്ക് അവരുടെ അവിടുത്തെ ട്രീറ്റ്മെന്റ് വിശ്വാസമില്ലാഞ്ഞിട്ടായിരിക്കാം താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഡൽഹിയിൽ മുമ്പ് പറഞ്ഞ പോലെ വൈഫിന്റെ മൂത്ത ജ്യേഷ്ഠത്തി അവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസിൽ. അവിടെ പോയിട്ട് ചെയ്യാമെന്നുള്ളതാണ് ചിന്തയിൽ പോയി. അവിടെ ചെന്നു, ഡോക്ടറുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തു. പോകാനുള്ള ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ സഹോദരിയുടെ കുടുംബ സുഹൃത്തായ ഒരു ഡോക്ടർ, അതായത് ലുധിയാന മെഡിക്കൽ കോളേജ് ജോലി ചെയ്യുന്ന ഡോക്ടർ വർഗീസ്, ഇന്ന് താൻ ലക്നോയില് ഒരു ഡ്രഗ് അഡിക്റ്റിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷയിലാണ്. ആ ദൈവദാസനുമായിട്ട് സംസാരിച്ചു. അപ്പം കാര്യങ്ങൾ പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു, പ്രയാസപ്പെടേണ്ട. തന്നെ ശുശ്രൂഷയുള്ള ദൈവദാസനായിരുന്നു. പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു, തോമാച്ച, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ ദൈവം വിടുവിച്ച് വരുന്നത്. ഈ രോഗവും വിടുവിക്കും. ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ കുടുംബമായിട്ട് സ്നാനപ്പെടുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ വിടുതൽ തരും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. അപ്പം ദൈവം ആ സമയം വരെ എന്നെ ഓടിച്ചു, ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കുവാൻ തക്കോണം എനിക്ക് മനസ്സിലായി. കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ പള്ളിക്കോ പട്ടക്കാരനോ ഒന്നും നമ്മളെ രക്ഷിക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളതായുള്ള ആ ചിന്ത വന്നു. പണ്ട് രക്ഷിക്കപ്പെട്ടു എങ്കിലും അതിൻ്റെതായുള്ള കൃപയിൽ നിൽക്കുവാൻ തക്കോണം സാധിക്കാതെ പോയതിൻ്റെതായിട്ടുള്ള ദൈവിക ഇടപെടലാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ സസന്തോഷം തീരുമാനിച്ചു, ഞാൻ പനായി തിരിച്ചു പോയിട്ട് ഞാനും വൈഫും കൂടെ ദൈവസേനയിൽ തീരുമാനമെടുത്തിട്ട് ഞങ്ങൾ തീർച്ചയായും സ്നാനപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ രോഗവും മറന്നു, എല്ലാം മറന്നു. ഞാൻ തിരിച്ച് പട്നായിൽ വന്നു. പട്നായിൽ വന്നപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത്. അപ്പം സന്തോഷമായി, ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. രണ്ടുപേരും കൂടെ അവിടെ അടുത്തുള്ള ദൈവദാസന്റെ അടുത്ത് പോയി. ഞങ്ങൾക്ക് പരിചയമുള്ള ദൈവദാസനായിരുന്നു. ഇവരൊക്കെ പലതവണ കാലാകാലങ്ങളിൽ ഞാനുമായിട്ട് പരിചയമുള്ളവരായിരുന്നു, അനേക വർഷങ്ങൾ. പക്ഷെ ഇവരാരും എന്നോട് സ്നാനത്തെക്കുറിച്ചോ രക്ഷിക്കപ്പെട്ടതാണെന്ന് അറിയാമെങ്കിലും ഒരു മർത്തോമക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ കുറെ ഹാർഡ് കോർ മർത്തോമക്കാരനായിരുന്നു. ഒരു രീതി പറഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞാൽ തീവ്രമായിട്ടുള്ളതായ മർത്തോമ സ്പിരിറ്റ് ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് എന്നോട് ഈ ദേവദാസന്മാരൊന്നും അങ്ങനെ പറയത്തില്ലായിരുന്നു. കാരണം എനിക്ക് അവിടെ ഈ സമൂഹത്തിൽ ഒരു മാന്യമായ പൊസിഷൻ ഉണ്ടായിരുന്നു, പദവി ഉണ്ടായിരുന്നു. അപ്പം എന്നെ ആ രീതിയിലൊക്കെ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ അവർ പറയത്തില്ല, ആരും പറഞ്ഞില്ല സ്നാനപ്പെടുന്ന കാര്യം. ഞാൻ സ്നാനപ്പെടുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ വളരെ സന്തോഷത്തോട് അത് എഗ്രി ചെയ്തു.
ഞങ്ങൾ ദൈവഗീത പ്രകാരം തീരുമാനിച്ചതാനുള്ള സമയത്ത് പിന്നെ പള്ളിയും പട്ടക്കാരനും ഒന്നും നോക്കാൻ പോയില്ല. സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ആ ദേവദാസന്റെ കൈക്കീഴ് ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ് സ്നാനക്കുളത്തിൽ നിന്ന് വെളിയിൽ വന്നപ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ആവരണം താഴെ ഊരിപ്പോകുന്നതായിട്ട് എനിക്ക് അനുഭവമായി. ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു എൻ്റെ അസുഖം, ഈ മഞ്ഞപ്പിത്തത്തിന്റെ പ്രയാസം പൂർണ്ണമായിട്ട് മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അങ്ങനെ സൗഖ്യം തന്നു. ഞങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ ഇടയായി. ഇതിനിടയിൽ ഞാൻ വിട്ടുപോയതാണ് ഒരു സാക്ഷ്യം കൂടെ പറയാം. ചില വർഷങ്ങൾക്ക് പിറകിൽ ഞങ്ങൾ വിവാഹം കഴിച്ച് 1-2 വർഷം കഴിയുന്ന സമയത്താണ് ഒരു വർഷം. ആ സമയത്ത് വൈഫിന്റെ മൂത്ത സഹോദരി നേപ്പാളില് റെക്സോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഡെങ്കൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലില് നേഴ്സായിട്ട് ജോലി ചെയ്യായിരുന്നു. അപ്പൊ ആ സഹോദരിയെ കാണുവാനായിട്ട് ഞങ്ങൾ പട്നയിൽ നിന്നും പോയി. പട്നയിൽ നിന്ന് ബസ് മാർഗമാണ് പോകുന്നത്, വേറെ മാർഗമൊന്നുമില്ല. എന്നാൽ ഡയറക്റ്റ് പട്നയിൽ നിന്ന് റെക്സോളിലേക്ക് ബസ് സർവീസും ഇല്ല. അവിടെ നിന്ന് പട്നയിൽ നിന്നും ഹാജിപ്പൂർ എന്ന ഇതെല്ലാം റീമോട്ട് ഏരിയ ആണ്, ഇന്നും ഡെവലപ്പ് ചെയ്യാത്ത ഒരു സ്ഥലമാണ് ഈ ഹാജിപ്പൂർ എന്ന് പറയുന്നത്. ഹാജിപ്പൂരിൽ നിന്നും സ്റ്റീമറുണ്ട്. ആ സ്റ്റീമറിൽ ഗംഗായിക്ക് അക്കരെ കടന്നിട്ട് ഹാജിപ്പൂരിലേക്ക് അവിടുന്ന് അക്കരെ കടക്കും. അത് ഹാജിപ്പൂർ തന്നെയാണ്. അക്കരെ കടന്നിട്ട് റെക്സോളിലേക്കുള്ള ബസ് കിട്ടും. ആ ബസ്സിൽ യാത്ര ചെയ്യണം. ആ ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് ഏകദേശം ഒരു 4 മണിയൊക്കെ ആയി കാണും ആ സമയം. ഞങ്ങള് യാത്രയിൽ മുമ്പോട്ട് പോയി. മോട്ടിഹാരി എന്ന് പറഞ്ഞൊരു സ്ഥലം, ആ സ്ഥലത്ത് വന്നപ്പോൾ ബസ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഏകദേശം രാത്രിയായി. ഞങ്ങളെല്ലാവരും വെളിയിലിറങ്ങി. ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ് ഈ മോട്ടിഹാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനേക ദുഃഖ സംഭവത്തിന് സാക്ഷിയായ അനേക കുപ്രസിദ്ധമായിട്ടുള്ള സംഭവങ്ങൾ നടന്നതായുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ വാസ്തവത്തിൽ ഞങ്ങൾക്ക് പേടിയുണ്ട്. രാത്രിയാണ്, ബസ്സിന് വെളിയിലിറങ്ങി കാരണം ഇനി അടുത്ത ബസ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഇനി ബസ് വന്നെങ്കിൽ പോകുവാനായിട്ടൊക്കത്തുള്ളൂ. അവിടെ നിന്നും ഒരുപാട് ദൂരമുണ്ട്. അപ്പൊ ഇങ്ങനെ വെളിയിൽ ഇറങ്ങി ഡ്രൈവർ പറഞ്ഞു ഇനി അടുത്ത ബസ് എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ. അപ്പൊ അവിടെ കടകളുമില്ല, മനുഷ്യരുമില്ല, ആരുമില്ല, രാത്രിയാണ്. ഞങ്ങളുടെ ചുറ്റും കുറെ ആൾക്കാര്, അപരിഷ്കൃതരായ കാട്ടിയാദികളെ പോലെ കുറെ ആൾക്കാർ വന്ന് ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. ഏതോ ഒരു അത്ഭുത വസ്തുവിനെ കാണുന്നത് പോലെ. അവരുടെ കണ്ണുകളിലൊക്കെ ഞങ്ങളൊരു വൈശാചികമായ നിഴലാട്ടം കണ്ടു. ഇത് വളരെ ക്രൂരന്മാരായ ആൾക്കാരാണ് അവർ. ഞങ്ങൾ വാസ്തവത്തിൽ ഭയപ്പെട്ടു പോയി. അവർ ഞങ്ങളുടെ ചുറ്റും ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. അവർ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ആരും നമുക്ക് സഹായത്തിനായിട്ടില്ല. ആരും നമ്മളെ ആരോടും വിളിക്കാനും ഒക്കത്തില്ല. ഫോൺ ചെയ്ത് പറയാനും സാഹചര്യങ്ങളില്ല. അങ്ങനെ ഭയത്തോട് നിൽക്കുന്ന സമയത്ത് ഒരാള് അവിടെ കടന്നു വന്നു. താൻ തൂവുള്ള വസ്ത്രം ധരിച്ചതായുള്ള ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യനാണ്. ആ ആളിന്റെ മുഖം കണ്ടപ്പോൾ ഒരു ദൈവദൂതന്റെ മുഖം പോലെ ഞങ്ങൾക്ക് തോന്നി. ആ ആള് ഞങ്ങളുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരൊക്കെ അയാളെ ഭയന്ന് മാറിപ്പോയി. അങ്ങനെ ഭയന്ന് മാറിപ്പോയി. അപ്പൊ ഞങ്ങൾക്ക് അതിശയമായി, ഒരു ആശ്വാസമായി. പക്ഷെ ഈ മനുഷ്യൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ഭയം ആൾക്കാരിൽ നിന്ന് മാറി ഈ ആളിലേക്ക് വന്നു. ഈ മനുഷ്യന് ഞങ്ങളെ എന്തെങ്കിലും ചെയ്തു കളയും എന്ന് പറയാൻ ഞങ്ങളെ എന്ത് ചെയ്യും, അങ്ങനെ ഒരു വലിയൊരു പ്രയാസത്തിന്. പക്ഷെ ഞങ്ങളുടെ ചുറ്റും അങ്ങേര് ഇങ്ങനെ നടക്കുമ്പോൾ മറ്റേ ആൾക്കാർ മാറിപ്പോയി. മറ്റേ ആൾക്കാരെ പിന്നെ കാണാനില്ലാതായി. കുറച്ച് കഴിഞ്ഞപ്പോൾ റെക്സോളിലേക്ക് ഒരു ബസ് വന്നു. ആ ബസ്സിൽ ഈ മനുഷ്യൻ ഞങ്ങളെ കയറ്റി വിട്ടു. ഞങ്ങൾ സന്തോഷത്തോടെ ബസ്സിൽ കയറി. പിന്നെ ഞാൻ അവിടേക്ക് ഞങ്ങൾ വെളിയിലൊക്കെ നോക്കി, ഈ മനുഷ്യനെ കാണാനുമില്ല. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് വലിയൊരു വിടുതൽ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ സ്നാനപ്പെട്ട് ആ സമയത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. എൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ആവരണം ഊരിപ്പോകുന്നത് പോലെ അനുഭവപ്പെട്ടു. അത് അസുഖം മാറിയതാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അങ്ങനെ അസുഖം മാറി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഭൗമികമായിട്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് തുടങ്ങി. എനിക്ക് സൗദിയിലൊരു ജോലിക്ക് ഓഫർ കിട്ടി. 1993 നവംബർ 27 ഞാൻ പട്നയിൽ നിന്നും ജോലി റിസൈൻ ചെയ്ത് സൗദി ജദ്ദ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി.
അവിടെ ജോയിൻ ചെയ്തു. ജോയിൻ അവിടെ നമുക്കറിയാം ജദ്ദ എന്ന് പറയുന്നത് അവരുടെ പുണ്യസ്ഥലമായ മക്കായിക്ക് അടുത്താണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഒരു സമയമാണ്. ഇപ്പോഴും അത് തന്നെയാണ്, എങ്കിലും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഹൗസ് ചർച്ചസ് ആയിരുന്നു, അണ്ടർഗ്രൗണ്ട് ചർച്ച് എന്ന് പറയുന്ന പോലെ ഹൗസ് ചർച്ചസ് ആയിരുന്നു. അങ്ങനെയുള്ള വീടുകളിലാണ് ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്നത്. അവിടെ ബൈബിളൊന്നും പരസ്യമായിട്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ലായിരുന്നു. അങ്ങനെ വളരെ റെസ്ട്രിക്ഷൻ ഉള്ളതായുള്ള ഒരു 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 സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എങ്കിലും ഞങ്ങൾ ചർച്ചയിൽ പോകുമായിരുന്നു, സുവിശേഷം പറയുമായിരുന്നു. ആ സമയത്തേക്ക് ഡെയ്സിയും കുഞ്ഞുങ്ങളും ഒക്കെ പാറ്റ്നയിൽ നിന്ന് നാട്ടിൽ പോയി അവിടുത്തെ ഒരു വർഷം കഴിഞ്ഞ് അവർ സൗദിയിലേക്ക് അവരെ കൊണ്ടുവന്നു. അങ്ങനെ ഡെയ്സിയും കുഞ്ഞുങ്ങളും സൗദിയിലേക്ക് വന്നു. ഞങ്ങൾ മുമ്പോട്ട് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുമ്പോട്ട് പോയി. ആ സമയത്ത് എനിക്ക് സഞ്ചരിക്കാനായിട്ട് കാറില്ലായിരുന്നു ഓഫീസിൽ പോകാനായിട്ട്. ഞാൻ ടാക്സിയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പൊ ടാക്സിയെ ഡിപ്പെൻഡ് ചെയ്തിരുന്നതായുള്ള സമയത്ത് ഞാൻ ടാക്സിയെ കയറുമ്പോൾ ഒന്നിലത് പാകിസ്ഥാനികളായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യക്കാരായിരിക്കും, ചിലപ്പോൾ മുസ്ലിംസ് ആയിരിക്കും, അല്ലെങ്കിൽ ഹിന്ദുക്കളായിരിക്കും ഡ്രൈവേഴ്സ്. ഈ പൗലോസ് പറഞ്ഞ് എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് ആ സമയത്ത് വളരെ ആവേശമായിരുന്നു സുവിശേഷം പറയുവാനായിട്ട്. എനിക്ക് യാതൊരു ഭയം തോന്നിയില്ല. അവിടെ വാസ്തവത്തിൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് ഡിപ്പോർട്ട് ചെയ്യും, അല്ലെ ജയിലിലടയ്ക്കും. അങ്ങനെ വളരെ ശിക്ഷയാണ്. സുവിശേഷം പറയാനായിട്ട് വളരെ റെസ്ട്രിക്ഷൻ ഉള്ളതായുള്ള ഒരു രാജ്യമാണ്. ഇപ്പോഴും സ്ഥിതി അല്പ വ്യത്യാസമുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ പക്ഷെ എനിക്ക് അതൊന്നും മുന്നോട്ടും പിന്നോട്ടും ചിന്തിക്കാതെ ദൈവത്തിന്റെ ആത്മാവിനെ പ്രേരിപ്പിച്ച രീതിയിൽ ഈ മുസ്ലിങ്ങളോട് അല്ലെ ഹിന്ദുക്കളോട് സുവിശേഷം പറഞ്ഞു തുടങ്ങി. സുവിശേഷം പറഞ്ഞു. ഞാൻ ഇറങ്ങാൻ നേരത്ത് അവരുടെ അപ്പൊ ഓരോ ദിവസവും ഓരോരുത്തരാണല്ലോ ചേഞ്ച് ചെയ്ത് വരും. ഇറങ്ങാൻ നേരത്ത് അവരോട് അഡ്രസ് ടെലിഫോൺ നമ്പർ വാങ്ങിച്ച് ഞാനത് കീപ്പ് ചെയ്യും. ഇങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് ഞങ്ങളെ പ്രേരിപ്പിച്ചു ഇവരെല്ലാം വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് നടത്തണം. നോക്കണം, മുസ്ലിംസും ഹിന്ദുക്കളുമാണ്, വേറെ ആരുമില്ല. ക്രിസ്ത്യൻസ് നാമധേയ ക്രിസ്ത്യാനി പോലും ഇല്ല, എല്ലാവരും അങ്ങനെയുള്ളവരാണ്. അവരോട് പറഞ്ഞു, ദൈവത്തിന്റെ ആ ഇടപെടൽ കൊണ്ടാണ് നമുക്ക് യാതൊരു ആപത്തും അനർത്ഥവും ആരും നമ്മളെ ഭീഷണിപ്പെടുത്തി ഒന്നും ചെയ്തില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഞങ്ങള് ഒരു ഗെറ്റ് ടുഗദർ നടക്കാം. മീറ്റിംഗ് സുവിശേഷ യോഗമൊന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ഗെറ്റ് ടുഗദർ നടക്കുകയാണ്, നിങ്ങൾ വരണമെന്ന് പറയും. ഏകദേശം 30 പേര് ഞാൻ വിളിച്ചതനുസരിച്ച് വന്നു. ഞങ്ങളുടെ ഭവനത്തിൽ മീറ്റിംഗ് നടന്നു. അവരുടെ വ്യക്തമായി സുവിശേഷം രക്ഷയുടെ സന്ദേശം പറഞ്ഞു. അവർക്ക് പറഞ്ഞു. അനേകരും വളരെ ശ്രദ്ധിച്ചു. റിസൾട്ട് ഒന്നും വ്യക്തമായിട്ട് ആ സമയത്ത് കണ്ടില്ല. എങ്കിലും അടുത്ത ഒരു 15 ദിവസത്തിന് ശേഷം വീണ്ടും ഒരു മീറ്റിംഗ് കൂടെ നടത്തി. ആദ്യം പറഞ്ഞതായിട്ടുള്ള 30 പേരിൽ കുറെ പേരൊക്കെ വന്നു, പിന്നെ പുതിയതായിട്ടുള്ള ആൾക്കാർ വന്നു. അവരോടും ഈ സുവിശേഷം പറഞ്ഞു. എന്നാൽ ഒരു കാര്യം സംഭവിച്ചത്, നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര ഭയമായി പോയി. കാരണം ഇവര് മുസ്ലിങ്ങളാണല്ലോ, ഇവർ ഉറ്റുകൊടുത്താൽ എന്ത് ചെയ്യും എന്നുള്ളതായുള്ള ചിന്ത അവർക്ക് വന്നത് കൊണ്ട് പിന്നെ ഞാൻ തന്നെ ഒറ്റപ്പെട്ടു പോയി. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ച രീതി ഇപ്പം ഇനി മീറ്റിംഗ് നടത്തേണ്ടതാണ്. മറ്റുള്ളവർക്ക് ഒരു പ്രയാസകരമായ ഒരു സാഹചര്യം. അവരൊക്കെ പറയുന്നത് നമ്മൾ ജോലി ചെയ്യാനാണല്ലോ ഇവിടെ വന്നത്, സുവിശേഷം പറയാനല്ലോ. സുവിശേഷം പറയണമെങ്കിൽ നാട്ടിൽ ഒക്കെ പറയാമായിരുന്നല്ലോ എന്നൊക്കെ എന്നെ ഡിസ്കറേജ് ചെയ്തു. അങ്ങനെ ഞാൻ അത് അങ്ങനെ നിർത്തി. അത് കഴിഞ്ഞ് മുന്നോട്ടിങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഈ വചനത്തില് വളരെ സംശയങ്ങൾ പല കാര്യത്തിലും തോന്നുവാനായിട്ട് ഇടയായി. നമ്മൾ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ രക്ഷയെക്കുറിച്ചോ അതിൻ്റെ ഭദ്രതയെക്കുറിച്ചോ ഒക്കെ ഒരു സംശയം ഞങ്ങൾക്ക് പലരുടെ ഉപദേശം കേട്ടു. അതിലേക്ക് ഒരുപാട് സംശയം വരുവാനായിട്ടിടയായി. അങ്ങനെ ഞങ്ങൾ വചനം പഠിക്കുവാനായിട്ട് തീരുമാനിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ വ്യക്തമായിട്ട് പല കാര്യങ്ങളും പഠിപ്പിച്ചു. അങ്ങനെ ഈ ത്രികാല രക്ഷ, ആത്മരക്ഷ, ദേഹിരക്ഷ, ശരീരരക്ഷ, ഈ 3 രക്ഷയെക്കുറിച്ച് പഠിക്കുവാനായിട്ടിടയായി. വ്യക്തമായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തന്ന് നമ്മുടെ സാധാരണ രീതിയിൽ നമ്മളെ കൺവെൻഷനായിട്ടുള്ള ടീച്ചിങ്ങിന് അപ്പുറമായിട്ടുള്ളൊരു പഠനമാണ്.
പഠിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടയാക്കിയത്. ഞങ്ങൾ ബലമായിട്ട് വിശ്വസിച്ചു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മരക്ഷ തികച്ചും സൗജന്യമായ രക്ഷയാണ്. ആത്മരക്ഷ സൗജന്യമായി കിട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരരക്ഷയും നമുക്ക് യാതൊരു പ്രവൃത്തിയും കാരണമല്ലാതെ കിട്ടുമെന്ന് വചനത്തിൽ നിന്ന് ഞങ്ങളെ ദൈവത്തെ ആത്മാവ് പഠിപ്പിച്ചു. അങ്ങനെ പക്ഷെങ്കിൽ നമുക്ക് രക്ഷ, അങ്ങനെയുള്ള ആത്മരക്ഷയെ ശരീരരക്ഷ നഷ്ടപ്പെട്ടു പോകത്തില്ല. രക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഘടകമാണ് ദേഹി രക്ഷ. ഈ ദേഹി രക്ഷ നഷ്ടപ്പെട്ടു. അത് കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ദൈവരാജ്യം സമീപിക്കാറായി മാനസാന്തരപ്പെട്ട് യോഗ്യമായ ഫലം കായ്ക്കണം. അപ്പം ഫലം കായ്ക്കുക, അങ്ങനെ മാനസാന്തരപ്പെടണം. പാപത്തിൽ നിന്നുള്ള മാനസാന്തരം, അന്യായ ഇടപെടലിൽ നിന്നുള്ള മാനസാന്തരം, ലോകത്തിൽ നിന്നുള്ളതായ ഒരു വേർപാട്, ഇതിങ്ങനെയൊക്കെ അനേക മാനസാന്തരത്തിന്റെ ഉപദേശങ്ങൾ പഠിക്കുവാൻ തക്കണം ഇടയായി. അപ്പം ദേഹി രക്ഷ അത് ദിനംതോറും നമ്മൾ പ്രാപിക്കേണ്ട രക്ഷയാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് മനസ്സിലാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ദേഹിരക്ഷ, ഇത് പക്ഷേ ആൾക്കാർക്ക്, മറ്റുള്ള ഞങ്ങൾ കൂടി നടക്കുന്ന ആൾക്കാർക്കൊന്നും അത് സ്വീകാര്യമല്ലായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവ് തന്നെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പഠനത്തെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് ദേഹി രക്ഷിക്കപ്പെടുന്നവരുടെ ഭാവിയെക്കുറിച്ചൊക്കെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അവർക്ക് നമ്മൾ രക്ഷിക്കപ്പെട്ടു. പൗലോസ് പറയുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ത്രികാല രക്ഷ, അതിൻ്റെ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഭൂതകാലത്ത് സംഭവിച്ചു ഇനി ഒരിക്കലും ആവർത്തിക്കാൻ കഴിയാത്തതുമായ ആത്മരക്ഷയാണ്. അതുകൊണ്ട് തന്നെ ശരീരരക്ഷ നമുക്ക് ഉറപ്പിക്കപ്പെട്ടപ്പോൾ ദേഹി രക്ഷയാണ് ഉറപ്പിക്കപ്പെടാത്തത്. അപ്പൊ ഈ ദേഹി രക്ഷ കിട്ടുന്നതിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിൽ ദൈവരാജ്യത്ത് ക്രിസ്തു ന്യായാസനത്തിലാണ് ഇത് വ്യക്തമാക്കപ്പെടുന്നത്. ഇത് ഞാൻ അരമണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ ചർച്ച ചെയ്യാൻ തീരാത്ത കാര്യമാണ്. ഞാൻ സാക്ഷ്യമായിട്ട് ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ത്രികാല രക്ഷയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്നു. അപ്പം ഞങ്ങളിത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൂടി നടക്കുന്ന സഭയിൽ അത് സ്വീകാര്യമല്ല. ഞങ്ങൾ അതുകൊണ്ടൊരു ഒരു സ്വതന്ത്ര സഭ സ്ഥാപിക്കുവാനായിട്ട് ഇടയാക്കി. ജദ്ദയിൽ ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടു. ഏകദേശം 25 പേരോളം അവിടെ ജദ്ദയിൽ രക്ഷിക്കപ്പെട്ടു. 25 പേരോളം സ്നാനപ്പെട്ടു. ഞങ്ങളൊരു ചെറിയ സഭ തുടങ്ങി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോയി. അപ്പം ഈ സമയത്ത് ഡെയ്സനും കുഞ്ഞുങ്ങളും ഒക്കെ നാട്ടിലേക്ക് പോന്നു. കുഞ്ഞുങ്ങൾ നാട്ടിലേക്ക് പോന്നു. കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ്സൊക്കെ ആകാറായി. മോൾ 9ലായിരുന്നു. അപ്പോൾ അത് ഇനി അവിടെ പഠിക്കാനായിട്ട് ഒരു പ്രയാസമായ സാഹചര്യം വന്നു. അവർ തിരിച്ച് നാട്ടിലേക്ക് പോയി. നാട്ടിലേക്ക് ചെന്നു. അവിടെ ജീവിതം മുമ്പ് പറഞ്ഞ പോലെ നമ്മളൊരു ഭവനം പണിയുവാൻ ആഗ്രഹിച്ചു. സ്ഥലം വാങ്ങിച്ചാണല്ലോ. അപ്പൊ സ്ഥലം വാങ്ങിച്ചു, ഭവനം പണിയാനായിട്ട് തീരുമാനിച്ചു. ഭവനം പണിതുകൊണ്ടിരിക്കുന്നു. ഭവനം പണിയുവാൻ തക്കണം തീരുമാനിച്ച സമയത്ത് ഞങ്ങൾ വലിയ തോതിലൊന്നും വലിയൊരു ഭവനം വേണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ ഒരു നിർബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. ചെറിയ ഭവനമാണെങ്കിലും ദൈവദാസന്മാര് കടന്നു വരുമ്പോൾ അവർക്ക് താമസിക്കുവാൻ തക്കണം ഒരു റൂം പ്രത്യേകമായിട്ടുള്ള ഒരു ഭവനം. അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം, അതായിരുന്നു. എന്നാൽ ദൈവഹിത പ്രകാരമാണ്, ഞാൻ എല്ലാം അങ്ങനെ തന്നെയാണെന്ന് ചിന്തിക്കുന്നു. ഭവനം പണിത് വന്നപ്പോൾ വലിയൊരു ഭവനമാകുവാനിടയായി. അപ്പോഴൊക്കെ നമ്മൾ എന്തിനാ ഇങ്ങനെ വലിയ ഭവനം ദൈവം തന്നത് എന്ന് ചോദിച്ചു. അതിനൊക്കെ ഉത്തരം പിൽക്കാലങ്ങളിൽ ദൈവം തരുവാനായിട്ട് ഇടയായി. അപ്പം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഭവനത്തിൽ കയറി താമസിക്കുവാനിടയായി. അപ്പോൾ തന്നെ ഞങ്ങളുടെ സഹോദരന്മാർ, വൈഫിൻ്റെ നാടിവിടെയാണല്ലോ, കോട്ടയത്താണല്ലോ. അപ്പോൾ വൈഫിൻ്റെ സഹോദരന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ സാമുദായിക പശ്ചാത്തലത്തിലായതുകൊണ്ട് നമ്മൾ അവിടെ പരിചയക്കാരൊക്കെ അങ്ങനെ ആയതുകൊണ്ട് അവർ പല കാര്യങ്ങളും പറയും. നിങ്ങൾ വസ്തു വാങ്ങിച്ചപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല. ഇനിയിപ്പോൾ ഭവനം വെക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം തൊട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യണം. അവർ പല കാര്യങ്ങളും പറയുന്നത് ഞങ്ങൾക്ക് അതൊന്നും, അതായത് കട്ടള വയ്ക്കുമ്പോഴും കയറി താമസിക്കുമ്പോഴുള്ള പാല് കാച്ചതൊക്കെ അവർ പറഞ്ഞ് നിർബന്ധമായി ചെയ്യണം, അല്ലെങ്കിൽ വലിയ പ്രയാസമായി താമസിക്കാൻ എന്നുള്ളതായുള്ള ജീവിക്കാൻ പ്രയാസമാകും എന്ന്
അവർ പറഞ്ഞു. പക്ഷെ ഞങ്ങളിതൊന്നും കണക്കാക്കിയില്ല. ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് സ്തോത്രം ചെയ്ത് ആ ഭവനത്തിൽ കയറി താമസിച്ചു. എന്നാൽ അല്പകാലം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഭവനത്തിൽ കയറി താമസിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അവധിക്ക് വന്നായിരുന്നു. ജദ്ദയിലേക്ക് തിരിച്ചുപോയി. ഡേസിയും കുഞ്ഞുങ്ങളും എവിടെ ആയിരുന്നു. അവർ മുന്നോട്ട് പോയപ്പോൾ വലിയ പ്രതിബന്ധങ്ങൾ, വലിയ പ്രശ്നങ്ങൾ വന്നു. വലിയ പ്രശ്നം, അവിടെ താമസിക്കാൻ പറ്റാത്തതായ സാഹചര്യങ്ങൾ വന്നു. അവിടെ രാത്രികാലങ്ങളിലൊക്കെ ഈ വീട് പണിതുകൊണ്ടിരുന്ന സമയത്ത് ഒരു വലിയൊരു അപകടം വരുവാൻ ഉണ്ടായിരുന്നു. ദൈവം മാറ്റിക്കളഞ്ഞു. ഒരു ദേശത്തുണ്ടായിരുന്ന ആളുള്ള ഒരു 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 വേല ചെയ്യുന്ന ഒരാള്, ഒരു ക്രിസ്ത്യാനിയായിരുന്നു, പക്ഷെ സമുദായക്കാരനായിരുന്നു. താന് മേളിൽ പണി രണ്ടാം നിലയിൽ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയോ താഴോട്ട് വീഴുവാനിടയായി. ഇത് നിന്നതായ അതിന്റെ ആള് അവിടെ നിന്ന് ആള് കൈ തട്ടി തന്നെ തട്ടിക്കളഞ്ഞു. അതുകൊണ്ട് താൻ തലയടിച്ച് വീഴേണ്ടതായിരുന്നു. പക്ഷെ തലയടിച്ച് വീഴാതെ താൻ വീണു. പക്ഷെ തനിക്കൊരു പരിക്കും പറ്റിയില്ല. താൻ അത്ഭുതകരമായൊരു സാക്ഷ്യം പറഞ്ഞതാണ്, ഞാൻ 3 മക്കളും എൻ്റെ ഭാര്യയും അടങ്ങുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബം അനാഥമായി പോകുമായിരുന്നു. അതുപോലുള്ള വീഴ്ചയാണ് വീണ്. ആ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു, എൻ്റെ ജീവനെ വിടുവിച്ചു എന്ന് നല്ലതായി. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് പണിയൊക്കെ കഴിഞ്ഞു. ഹൗസ് വാമിങ് കഴിഞ്ഞു. ഞങ്ങൾ കയറി താമസിച്ച് കഴിഞ്ഞ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ജദ്ദയ്ക്ക് തന്നെ തിരിച്ചുപോയി. ഇവർ തന്നെ ഇവിടെയായി. ഓരോ ദിവസം കഴിയുമ്പോഴും പ്രശ്നങ്ങൾ കൂടി വരികയാണ്. ഒരു ദിവസം ഞങ്ങളുടെ മകന് ബാത്റൂമിൽ കയറി മുകളിൽ നിന്ന് എക്സോസ്റ്റ് ഫാൻ പൊട്ടി തൻ്റെ ശിരസ് വീഴേണ്ടതായിരുന്നു. അല്പം മാറി താഴെ വീണു. ഒന്നും പറ്റിയില്ല, എങ്കിലും വളരെ ഭയപ്പെട്ടു പോയി. എക്സോസ്റ്റ് ഫാൻ ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടായാലും ദൈവം അത് മാറ്റിക്കളഞ്ഞു. ഇങ്ങനെ പിന്നെയും രാത്രികാലങ്ങളിൽ ഞങ്ങളുടെ ഹോളിൽ, അപ്പം ഈ വൈഫും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. രാത്രികാലങ്ങളിൽ ഹോളിൽ, ഞങ്ങളുടെ വീടിന്റെ മെയിൻ ഹോൾ മുഴുവനും വവ്വാലിനെ കൊണ്ട് നിറയും. കറുത്ത വവ്വാലിനെ കൊണ്ട് നിറയും. അതുപോലെ തന്നെ അനേക ശവങ്ങൾ ചീഞ്ഞഴിക്കുന്നതായിട്ടുള്ളതായുള്ള നാറ്റം, വലിയ ദുർഗന്ധം, സഹിക്കാൻ വയ്യാത്ത ദുർഗന്ധമാണ് ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, രാത്രികാലങ്ങളിൽ ഞങ്ങളുടെ മുകളത്തെ നിലയിൽ ആരും താമസിക്കുന്നത്, ഇവർ താഴത്തെ ഒരു റൂമിലാണ് താമസിക്കുന്നത്, അത് ഉപയോഗിക്കാതെ കിടക്കും. അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ, ഭയങ്കര ബഹളം, നൃത്തം ചവിട്ടുന്നു, ചങ്ങല വലിക്കുന്നു, അലർച്ച, കരച്ചില്, ഇങ്ങനെ വലിയതായുള്ള പ്രശ്നം. ഇതെല്ലാം കൊണ്ട് ഇവിടെ താമസിക്കാൻ പറ്റാത്തതായ ഒരു സാഹചര്യം ഉടലെടുത്തു. ആ സമയത്ത് വൈഫ് തീരുമാനിച്ചു, ഇനി ഒരു രക്ഷയില്ല, ഇവിടെ നിൽക്കുന്നില്ല, ഇത് വിറ്റിട്ട് പുനലൂര് മാതാപിതാക്കളോട് പോയി താമസിക്കാമെന്നുള്ള ചിന്ത വന്നു. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ പുനലൂരിൽ നിന്നൊരു ദൈവദാസൻ, എൻ്റെ ഇളയ സഹോദരൻ കൂട്ടിക്കൊണ്ടുവന്നു. ആ ദൈവദാസൻ ഇപ്പോൾ നിത്യതയിലാണ്. ഇവിടുന്ന് കർത്താവ് വിളിച്ചു. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവദാസൻ. ആ ദൈവദാസൻ ഒന്ന് ഒരു ആലോചന പറഞ്ഞു. ആലോചന പറഞ്ഞതാണ്, നിങ്ങളെ ഇവിടെ ഓടിക്കുവാൻ നിൽക്കണം ശത്രു അവന്റെ ആവനാടിയുള്ള എല്ലാ ആയുധവും ഉപയോഗിക്കും. നിങ്ങൾ ഒരിക്കലും ഇവിടുന്ന് പോകരുത്, നിങ്ങൾ പിടിച്ചു നിൽക്കണം. ഇവിടെ നിങ്ങളെ കൊണ്ട് വലിയൊരു ശുശ്രൂഷ ചെയ്യുവാനുണ്ട്. ഈ പൊൻപള്ളി എന്നാണ് ഈ ദേശത്തിന്റെ പേര്. പൊൻപള്ളി പള്ളിയിൽ 1500 കുടുംബക്കാരുണ്ട്. അതിനപ്പുറത്ത് അതുപോലെ തന്നെ ഹിന്ദുക്കളുമുണ്ട്. ഇതിന് രണ്ടിനെയും മധ്യത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ വലിയൊരു പോരാട്ടമുണ്ട്, വലിയൊരു വിടുതലുണ്ട് എന്ന് ശത്രുവിന് അറിയാം. അതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും നിങ്ങളെ ഇവിടുന്ന് ആട്ടിപ്പായിക്കുവാൻ നോക്കിയാണ്. നിങ്ങൾ ഒരിക്കലും അവന്റെ സമ്മർദ്ദത്തിന് വഴങ്ങരുത്, നിങ്ങൾ സഹിക്കുക, ദൈവം ആവശ്യമായ വിടുതൽ തരും. അങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്നു. പൊന്നൂക്ക് പോകണമെന്നുള്ള ആഗ്രഹമെല്ലാം വിട്ടുകളഞ്ഞു. കർത്താവ് ആ സമയത്ത് തന്നെ സംഭവിച്ച് ഞങ്ങളുടെ സഹോദരങ്ങൾ ഒരുമിച്ച് സഭയിൽ ആരാധിക്കുന്നവർ പോലും ഞങ്ങള് വീട്ടിൽ വരാതെയായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള പോരാട്ടം അവർക്കും കിട്ടുമെന്നുള്ളതായ ഭയം, അവരുടെ ജീവിതത്തെക്കുറിച്ച് ആരും വരാതെ വന്നു. എല്ലാവരും തള്ളപ്പെട്ടവരായി നിന്നതൊരു അനുഭവം വന്നു. എന്നാൽ ദൈവം കൈവിട്ടില്ല, ദൈവം കാത്ത് സൂക്ഷിച്ചു. ആ സമയത്ത് ഞങ്ങളുടെ മകള് CBSEക്ക് +2 പഠിക്കുന്ന സമയമാണ്. നല്ല മിടുക്കിയാണ്. 10ൽ നല്ല മാർക്ക് കിട്ടി പാസ്സായ കുഞ്ഞാണ്.
ഈ പരീക്ഷയുടെ മോഡലൊക്കെ +2 മോഡൽ പരീക്ഷ നടക്കുന്ന സമയം ഒരു ദിവസം പോലും ആ പരീക്ഷ എഴുതുവാനായിട്ട് സാധിച്ചില്ല. ഏതെങ്കിലും ഒരു അസുഖം വരും, കാലിന് വേദന, അല്ലെങ്കിൽ ദേഹത്ത് വേദന, അല്ലെങ്കിൽ പനി, ഇങ്ങനെയൊക്കെ വന്നു ഒരിക്കലും ഈ മോഡൽ പരീക്ഷ എഴുതുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ പരീക്ഷയുടെ ദിവസം വന്നപ്പോൾ, പരീക്ഷ അടുത്ത് വന്നപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പൽ വിളിച്ചു. അതൊരു വിശ്വാസിയായ ഒരു സഹോദരിയായിരുന്നു. വിളിച്ച് വൈഫിനോട് പറഞ്ഞു, ഡിസൈൻ മോക്ക് ഈ വർഷം പരീക്ഷ എഴുതാൻ പറ്റത്തില്ല, കാരണം മോഡൽ എക്സാം ഒന്നും അറ്റൻഡ് ചെയ്തില്ല. മോൾ എഴുതിയാൽ തീർച്ചയായും തോക്കും. ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ചോളം ആണെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു സ്കൂളാണ്. അവിടെ ഉള്ളവരെല്ലാവരും അന്നത്തെ സമയത്ത് ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ച് പാസ്സാകുന്നവരാണ്. പക്ഷെ മോള് പരീക്ഷ എഴുതിച്ചാൽ മോള് തോറ്റുപോകും. അത് ഞങ്ങളുടെ സ്കൂളിന് അതൊരു അപമാനമാണ്. അതുകൊണ്ട് ഈ വർഷം മോളെ പരീക്ഷ എഴുതിക്കേണ്ട, അടുത്ത വർഷം പരീക്ഷ എഴുതിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് പറഞ്ഞില്ല, മാഡം നമ്മൾ പരീക്ഷ എഴുതിക്കണം, തീർച്ചയായും പരീക്ഷ എഴുതും, അവൾ ജയിക്കും, ഒരിക്കലും തടസ്സം നിൽക്കരുത് എന്ന് പറഞ്ഞ ആ വിശ്വാസിയായ ഹെഡ് മിസ്റ്റേഴ്സ് പറഞ്ഞു. എന്നാലും ഒക്കെ ഒരു സ്പെഷ്യൽ കേസിനെ അനുവദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പരീക്ഷാ ദിവസം വന്നു. പരീക്ഷാ ദിവസം വന്നപ്പോൾ അവര് മോളെ രാവിലെ പ്രാർത്ഥനയെ കഴിഞ്ഞ് രണ്ടുപേരും കൂടെ മമ്മി മോളെ ഒരുക്കി പോകാനായിട്ട് ഷൂ ഒക്കെ ഇടാനായിട്ട് പറഞ്ഞിട്ട് വൈഫ് അടുക്കളയിലോട്ട് പോയി. തിരിച്ചു വന്ന് എല്ലാം റെഡിയായി കാണുന്നു. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചില്. സോക്സ് ഇടാൻ വയ്യ, ഷൂ ഇടാൻ സോക്സ് ഇടാൻ വയ്യ. ഞങ്ങൾ വളരെ വേദന, കാലിന് ഭയങ്കര വേദനയാണ്, ഭയങ്കരമായിട്ട് വേദനയാന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില. ഒരു വിധത്തിൽ സോക്സ് ഇടിച്ചു, വാഹനത്തെ പിടിച്ച് കയറ്റി ഒരു രീതിയിൽ സ്കൂളിൽ കൊണ്ടുചെന്നപ്പോൾ ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങുവാനായിട്ട് പ്രയാസം. അപ്പൊ അവര് ടീച്ചേഴ്സൊക്കെ കളിയാക്കി പറഞ്ഞാൽ ഇന്നും വരുന്നു, ഇന്നും പരീക്ഷ എഴുതത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പരിഹസിച്ചു വന്നു. വൈഫ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എവിടെയും പിടിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, മോള് പരീക്ഷ എഴുതും എന്ന് പറഞ്ഞ് അവളെ ഹോളിനകത്ത് കയറ്റി വിട്ടു. വളരെ പ്രയാസത്തോടാണ് അകത്ത് പോയത്. വൈഫ് തിരിച്ചു വന്നില്ല, അവിടെ തന്നെ നിന്നു പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. 2-3 മണിക്കൂർ പരീക്ഷ കഴിഞ്ഞപ്പോൾ വളരെ ചിരിച്ച് സുസ്മേരവതയായിട്ട് പൈതൽ ഇറങ്ങി വരുന്നത് കണ്ടു. അപ്പം ചോദിച്ചപ്പോൾ അതെല്ലാം അസുഖമെല്ലാം മാറി. അപ്പം ഇത് ഈ പിശാച് കൊണ്ടുവന്ന വലിയൊരു പ്രശ്നം, തടസ്സമായിരുന്നു. അത് ദൈവം തമ്പുരാനെ മാറ്റി ബാക്കിയുള്ള പരീക്ഷകളൊക്കെ നന്നായിട്ട് എഴുതുവാനായിട്ട് ഇടയായി. പക്ഷേ ദൈവനാമ മഹത്വത്തിനായിട്ട് പറയുന്നത്, പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ CBSE സൗത്ത് ഇന്ത്യൻ CBSE സ്കൂളിൽ ഉള്ള കുട്ടികളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അന്നത്തെ പ്രശ്നമുണ്ടായ ആ ദിവസത്തെ ലാംഗ്വേജ് ഇംഗ്ലീഷിന് ഏറ്റവും കൂടുതൽ മാർക്ക് മോക്കാണ് കിട്ടിയത്. അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുവാൻ നിൽക്കണം. ഇടയാ ഞങ്ങൾക്കൊരു സാക്ഷ്യമാണ്, ഇന്നും അത് പറയുവാൻ നിൽക്കണം, ഒരു സാക്ഷ്യമായിട്ട് കിട്ടി. അത് കഴിഞ്ഞ് മോള് ലണ്ടനിലെ ഹയർ എഡ്യൂക്കേഷന് പോയി. മോനെ കാരുണ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗിന് പോയി. വൈഫ് ജദ്ദായിക്ക് തിരിച്ചു വന്നു. അപ്പം കുഞ്ഞുങ്ങൾ രണ്ടുപേരും വെളിയിൽ പഠിക്കാൻ പോയത് കൊണ്ട് വീട്ടിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് പറ്റ്നയിൽ ജദ്ദായിൽ തിരിച്ചു വന്നു. അവിടെ ഞങ്ങൾ സുഖമായിട്ട് കഴിയുകയായിരുന്നു. അവിടെയും അന്നും ഈ ഞങ്ങളുടെ സഭ ഉണ്ട്, അവിടെ സുവിശേഷ പ്രവർത്തനമുണ്ട്, സ്നാനങ്ങളുണ്ട്. ഞങ്ങൾ സ്നാനപ്പെടുത്തുന്നതൊക്കെ ഇവിടെ ഈ റെഡ്സിയിലാണ്, ചെങ്കടൽ എന്ന് പറയും, ചെങ്കടലാണ് സ്നാനപ്പെടുത്തുന്നത്. റിസ്ക് ആയിരുന്നു, ഭയമുണ്ട് മനുഷ്യൻ, എന്നാലും ദൈവത്തിന്റെ കൽപ്പനയാണ്, ദൈവം സംരക്ഷിക്കും. ഒരു ദിവസം ഇങ്ങനെ സ്നാനപ്പെടുത്തി കരയിലേക്ക് കയറുമ്പോൾ പോലീസുകാരൊക്കെ വന്ന് നോക്കി, ക്യാമറ ഒക്കെ പിടിച്ചു വാങ്ങിച്ചെന്നാലും യാതൊരു ഉപദ്രവവും ഏൽക്കാതെ വണ്ണം വിട്ടു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോയി. അപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴും പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കുമ്പോഴും ഞങ്ങൾക്ക് ഉള്ളിലൊരു ഭയമുണ്ട്, ഇനി അടുത്ത പ്രശ്നം എന്താ വരുന്നത്. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു രാത്രി, ആ രാത്രി ഞങ്ങൾ ഒരിക്കലും മറന്നു പോകത്തില്ല. ഒരു നിർണായകമായ ഒരു രാത്രി, ഞങ്ങളുടെ പൈതലിൻ്റെ മകളുടെ ലണ്ടനിൽ നിന്നും ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് ശരീരത്തിന് വലിയ പ്രശ്നമാണ്, നിൽക്കാൻ വയ്യ, ശരീരത്തിൽ വലിയതായ അസ്വസ്ഥതയാണ്, ഒരസുഖം പിടിവെച്ചു. ആ അസുഖം
അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. 1,00,000-ൽ ഒരാൾക്ക് മാത്രം വരുന്നതായ റെയറായിട്ടുള്ള ഒരു അസുഖമാണ്. ആ അസുഖം വന്നു. അവിടെ ശരീരം മുഴുവൻ അലർജി ആയി, വലിയ പ്രയാസമായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് കണ്ടപ്പോൾ അവർക്കൊരു സർജറി, അർജൻറ്റായിട്ട് സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്താണ് ഞങ്ങളെ വിളിച്ചത്. അപ്പോൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കണം, കുഞ്ഞിനെ സഹായിക്കണം. അവിടെ അടുത്തില്ലല്ലോ, ദൂരെയാണ്. കർത്താവ് സഹായിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ദൈവത്തെ കരഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവ് രാത്രിയിൽ ഞങ്ങളുടെ മോളോട് പറഞ്ഞു, സാറിയുടെ മോളെ പ്രാർത്ഥിക്കാം, ദൈവം സൗഖ്യം തരുമെന്ന് പറഞ്ഞു. അന്ന് മുഴുവൻ രാത്രി ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു രാത്രി വന്നിട്ടില്ല, അതുപോലെ ഒരു പ്രാർത്ഥിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും മുട്ടുമേൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് അതിശയകരമായ രീതിയിൽ ഇടപെട്ടു. പിറ്റേ ദിവസം സർജറി കഴിഞ്ഞു. വളരെ സന്തോഷമായി. ഡോക്ടർ പറഞ്ഞായിരുന്നു സർജറി വളരെ റിസ്കിയാണ്, അതിന് ഒരു കിട്ടുമോ ഇല്ല, അതിന് റിസൾട്ട് കിട്ടുമോന്നും അറിയത്തില്ല. എങ്കിലും സർജറി കഴിഞ്ഞു, മകള് സൗഖ്യമായി, അലർജിയൊക്കെ ശരീരത്തിൽ മാറി, വളരെ സൗഖ്യത്തോടെ ഹോസ്പിറ്റലിൽ നിന്നും ഭവനത്തിലേക്ക് പോയി. ഇന്ന് രാത്രിയിൽ കർത്താവ് വലിയൊരു വിടുതൽ കൊടുത്തു. അത് സന്തോഷത്തോടെ ഇപ്പോഴും ഞങ്ങൾ അനേക ഇടങ്ങളിൽ ആ സാക്ഷ്യം പറയും. ദൈവം സഹായിച്ചു. അന്ന് ഡോക്ടർമാർ പറഞ്ഞു വിവാഹം കഴിപ്പിക്കരുത്, റിസ്കിയാണ്. അത് മാത്രമല്ല തലമുറ ഉണ്ടാകാൻ അനുവദിക്കരുത്, തലമുറയ്ക്ക് എന്തെങ്കിലും ഡിഫോമിറ്റീസോ എന്തെങ്കിലുമൊക്കെ വരും, അതുകൊണ്ട് വിവാഹം കഴിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ വിവാഹം നടന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി മനോഹരമായ രീതിയിൽ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞു. ആ സമയത്തൊക്കെ ഞങ്ങൾ ജിദ്ദയിലാണ്. അവരുടെ ഈ മകന്റെ മാതാപിതാക്കൾ, അതായത് മരുമകന്റെ മാതാപിതാക്കളും ജിദ്ദയിൽ തന്നെയാണ്. അവരും അവിടെ ഉണ്ടായിരുന്നു. ജിദ്ദയിൽ വന്നു. ഞങ്ങൾ കുറച്ച് സമയം കൂടെ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോയി. അവിടുത്തെ ഞങ്ങള് പൈസ മതിയായിട്ടോ അല്ലെങ്കിൽ അത്ര സമ്പത്ത് ഒരുപാട് ഉണ്ടായിട്ടോ ഒന്നുമല്ല, ദൈവത്തിന്റെ സമയമായി എന്ന് ഞങ്ങൾക്ക് ഒരു മനസ്സിലായി. അവിടെ നിന്ന് ഞങ്ങൾ പോയി. ജോലിക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഞങ്ങൾക്കൊരു ആഗ്രഹം ഇതായിരുന്നു, ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള പ്രിയപ്പെട്ടവര് രക്ഷിക്കപ്പെടണം. 2 ഭവനങ്ങളിലുള്ളതായ പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെടണം, അവരൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ ആകണം എന്നുള്ളതാണ് വലിയൊരു ചിന്ത ഞങ്ങളെ ഭരിച്ചു. അതുകൊണ്ട് ഞങ്ങള് അവിടുത്തെ ജോലിയൊക്കെ കളഞ്ഞിട്ട് നാട്ടിൽ വന്നു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഈ നാട്ടിൽ തിരിച്ചു വരുമ്പോൾ ഒരു ധനാഗമ മാർഗം വേണമല്ലോ. ഒരുപാട് സേവിംഗ് ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായില്ല, എന്നാൽ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് പിൽക്കാലത്തെ അനുഭവത്തിൽ നിന്നും മനസ്സിലാകുവാനിടയായി. ഞങ്ങള് കോയമ്പത്തൂരില് മകനന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. മകനും ഞാനും കൂടെ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരില് ഒരു ബിസിനസ് തുടങ്ങുവാൻ, ഇലക്ട്രിക് വാട്ടർ പമ്പ് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് തുടങ്ങുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ തുടങ്ങി. നമ്മൾ കൊണ്ടുവന്ന പൈസ ഒക്കെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു, മുന്നോട്ട് പോയി. പക്ഷേ അത് പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് മാത്രമല്ല, വലിയ പരാജയമായിപ്പോയി. നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചു. കടം വാങ്ങിച്ചും കൊടുത്തും കടം വാങ്ങിച്ചും കൊടുത്തും ഒക്കെ അങ്ങനെ വലിയ പ്രശ്നത്തിലായി. ഏകദേശം 1.5 കോടി രൂപയോളം നമുക്ക് കടമായി, നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. ആ സമയത്ത് മകൻ പറഞ്ഞു, അപ്പ ഞാൻ ഇനിയിപ്പോ ഇവിടെ നിൽക്കുന്നില്ല, കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഒരു രക്ഷപ്പെടണമല്ലോ, ഞാൻ ബാംഗ്ലൂരിൽ പോവാന്ന് പറയും. ബാംഗ്ലൂരിൽ പോയി അവൻ യോക്കോഹാമ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. അവിടെ കുറച്ചു നാളം കഴിഞ്ഞ് വേറൊരു കമ്പനി ജോയിൻ ചെയ്തു. അങ്ങനെ ഇവിടുത്തെ കോയമ്പത്തൂര് ഈ കമ്പനി നിർത്തുവാനായിട്ടുള്ളതായുള്ള സാഹചര്യം വന്നു. അന്ന് ഒരു സാക്ഷ്യം കൂടെ മറക്കാൻ പറ്റാത്ത ഒരു സാക്ഷ്യമാണ്. ആ സാക്ഷ്യം ഇതാണ്. ഞങ്ങള് കോയമ്പത്തൂരെ ബിസിനസ് ഒക്കെ വൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഇനിയും മുമ്പോട്ട് പോകാൻ മാർഗമില്ല എന്ന് മനസ്സിലായി. ഒരു മാർഗമില്ലാതെ കടങ്ങൾ മാത്രം ശേഷിച്ചു.
നഷ്ടക്കഥകൾ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ആ രീതിയിൽ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ളതായുള്ള ആ സമയത്ത് അന്നൊരു ദിവസം വൈഫും കോയമ്പത്തൂരുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് കോട്ടയത്ത് പോകാനായിട്ട് ട്രെയിൻ ബുക്ക് ചെയ്തു. അന്ന് 11:30-ക്കായിരുന്നു ട്രെയിൻ. ട്രിവാൻഡ്രം മെയിലായിരുന്നു. ആ മെയിലിന് ഞങ്ങൾ ബുക്ക് ചെയ്തു, റിസർവ് ചെയ്തു. ആ സമയത്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അന്നേരം മനസ്സിലായി 2 മണിക്കൂർ ലേറ്റ് ആണ്. അപ്പൊ 2 മണിക്കൂർ ലേറ്റ് ആണെങ്കിൽ അവിടെ ആക്കെ ഉള്ളതാളൊരു ബെഞ്ചില് പ്ലാറ്റ്ഫോം നമ്പർ 1-ല് ഞങ്ങളിങ്ങനെ ഇരുന്ന് ക്ഷീണിതരായിരുന്നു. അറിയാതൊന്നും മയങ്ങിപ്പോയി. ആ സമയത്ത് ഒരു അനൗൺസ്മെന്റ് കേട്ടു. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെന്റ് കേട്ടു. ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നൊരു ട്രെയിനിന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായത് ട്രിവാൻഡ്രത്തേക്കുള്ള ട്രെയിന് പ്ലാറ്റ്ഫോം നമ്പർ 3-ാം പ്ലാറ്റ്ഫോമിൽ വരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അതുകൊണ്ട് പെട്ടെന്ന് ഉറക്കമൊക്കെ ഉണർന്ന് പെട്ടെന്ന് ബോക്സ് എടുത്തുകൊണ്ട് ഓടി. അത് 3-ാമത്തെ ഞങ്ങൾ ഇരിക്കുന്ന 1-ാമത്തെ പ്ലാറ്റ്ഫോമില്ല. 1-ാമത്തെ പ്ലാറ്റ്ഫോം 3-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ട്രെയിന് മൂവ് ചെയ്തു. ഞങ്ങൾ രണ്ടും കൂടി ചാടി അകത്ത് കയറി. അപ്പൊ ഒരു പന്തികേട് പോലെ ഞങ്ങൾക്ക് തോന്നി. ആരും എഴുന്നേറ്റിട്ടില്ല, എല്ലാവരും ഉറക്കമാണ്. അപ്പൊ ഞങ്ങൾ ഒരാളോട് ചോദിച്ചു, എങ്ങോട്ട് പോകുന്ന ട്രെയിനാ? അവൻ പറഞ്ഞു ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന ട്രെയിനാണ്, ചെന്നൈക്ക് പോകുന്ന ട്രെയിനാണ്. അപ്പം ഞങ്ങൾക്ക് അബദ്ധം മനസ്സിലായി. ഞങ്ങൾ ട്രെയിൻ മൂവ് ചെയ്തു. ഞങ്ങൾ പെട്ടെന്ന് രണ്ടുപേരും എടുത്തിയാടി. അത് മണ്ടത്തരമായിരുന്നു. എങ്കിലും കർത്താവ് കരുതി, കർത്താവ് കൈകളിൽ വഹിച്ചു. ഞങ്ങള് പ്ലാറ്റ്ഫോം വിടുന്നതിന് മുമ്പെയാണ് എടുത്തു ചാടിയത്. അതുകൊണ്ട് അപകടം വരാനുള്ള സാധ്യത മാറി. മാത്രമല്ല നിൽക്കുവാനായിട്ട് ഞങ്ങൾ സാധിച്ചത്. ഈ ചാടിയ ആ ശക്തിയിൽ ഞങ്ങളിപ്പോൾ നിൽക്കാൻ വയ്യാതെ പെട്ടിയും കൊണ്ട് രണ്ടുപേരും ഓടി മുമ്പോട്ട് പോകാനിടയായി. ഇനി ചുരുക്കം പറഞ്ഞാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഞങ്ങള് പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ വീണ്ടും വന്നു. അപ്പൊ ഇതൊരു അനുഭവം ഞങ്ങൾക്ക് ദൈവം തമ്പുരാൻ ഞങ്ങളെ പഠിപ്പിച്ചു. അത് മനസ്സിലാക്കി ദൈവത്തിന് വലിയ സംരക്ഷണം മനസ്സിലാകുവാന്നൊക്കെ ഇടയായി. ദൈവം അങ്ങനെ ഞങ്ങള് നാട്ടിൽ തിരിച്ചു ചെന്നു വീണ്ടും ജീവിതം മുന്നോട്ട് പോയി. സഭയുണ്ട്, സഭയിലെ പ്രവർത്തനങ്ങളുണ്ട്, ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നുണ്ട്, രക്ഷിക്കപ്പെടുന്നവരെ സ്നാനപ്പെടുത്തുന്നുണ്ട്, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. എങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, കടത്തിന്റെ ബാധ്യതയൊക്കെ വന്നു. അപ്പൊ ഇതിനു വേണ്ടി ദൈവത്തോട് ഞങ്ങൾ ഉള്ളൊരു പ്രാർത്ഥിച്ചുകൊണ്ട സമയമാണ്. എങ്ങനെയാണ് ഒരു വിടുതൽ കിട്ടുന്നെന്ന് അറിയാതെ ഇങ്ങനെ ഉഴുന്നാളുടെ സമയത്ത് ഒരു ദിവസം ഞാനും വൈഫും കൂടെ കുടുംബ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദർശനം ദൈവം എന്നെ കാണിച്ചതാണ്. ഞങ്ങളുടെ മുറ്റത്ത് ഒരു പ്ലാവുണ്ട്. ആ പ്ലാവിന്റെ ചുവട്ടില് ഈ ദർശനമാണ്. ഒരു ഹെലികോപ്റ്റർ വന്ന് നിൽക്കുന്നു. പറഞ്ഞു സുമിത്ത് എന്നാണ് മോന്റെ പേര്, സുമിത്തിനെ ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ വന്നതാണെന്ന് പറയാം. അപ്പൊ ഞാൻ സുമിത്തിനെ കൊണ്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ അവനെ കൊണ്ട് പോവാ. ഇതെല്ലാം ദർശനം കാണുക, പ്രാർത്ഥിക്കൊണ്ടിരിക്കുന്ന സ്വപ്നമല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അത് കഴിഞ്ഞപ്പം ഞങ്ങള് ഒക്കെ ഇത് പ്രാർത്ഥന നിർത്തി. മോനെ വിളിച്ചു. മോനെ അവിടെ ഒന്നും ഉണ്ടായിരുന്നു. മോനെ വിളിച്ചു. ഒക്കെ അവനുണ്ടായിരുന്നു. അവനോട് ചോദിച്ചു, മോനെ ഓസ്ട്രേലിയയിൽ എവിടെയെങ്കിലും നീ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? പോകാനുള്ള പരിപാടി ഉണ്ടോ? പറഞ്ഞു, പപ്പ പലയിടത്തൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഈ ലിങ്ക്ഡിനിൽ കാണുന്ന ജോലിയൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിലും പല അഡ്വർടൈസ്മെന്റിനൊക്കെ അപ്ലൈ ചെയ്താന്ന് പറഞ്ഞു. അതിശയമായിട്ട് പറയട്ടെ, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഒരു സെമി ഗവൺമെന്റ് കമ്പനിയാണ്. ആ കമ്പനിയിൽ നിന്നും മോനെ ഒരു കോള് കിട്ടി. മോനോട് പറഞ്ഞു, സുമിത്ത്, യു ആർ സെലക്ടഡ് ഫോർ ലീഡ് എഞ്ചിനീയർ പോസ്റ്റ്. ലീഡ് എഞ്ചിനീയർ പറയുമ്പോൾ അവന്റെ കീഴിൽ ഒരു 40ഓളം എഞ്ചിനീയേഴ്സ്, മെയിൻലി ഓസ്ട്രേലിയക്കാരാണ്. അവരെ ലീഡ് ചെയ്യാനായിട്ട്, ലീഡ് എഞ്ചിനീയർ ആയിട്ട് നിന്നെ തിരഞ്ഞെടുത്തു എന്ന് മെയിൽ വന്നു. നിനക്ക് സമ്മതമാണെങ്കിൽ, ഓഫർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വിസയും ടിക്കറ്റും അയച്ചു തരാമെന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസത്തിനകം ദൈവം ഞങ്ങളുടെ പൈതലിനെ ബ്രിസ്ബെയിൻ എന്ന് പറഞ്ഞ നഗരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ പറഞ്ഞതുപോലെ മനോഹരമായ ഒരു ജോലി, ഒരിക്കലും നമുക്ക് ആശിക്കാൻ പോലും വകയില്ലാത്ത രീതിയിലുള്ള ഒരു ജോലി കിട്ടി. അവന് 26 വയസ്സേ ഉള്ളൂ അന്ന്.
ആ 26 വയസ്സിൽ അവന്റെ കീഴില് 40 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള അനേകര്, ഏകദേശം 40 പേരോളം അവന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു 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 നല്ലൊരു ജോലിയിലേക്ക് ദൈവം അവനെ പ്രവേശിപ്പിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു, വെല്ലുവിടുതലായിരുന്നു. പൈതല് ദൈവം കൊടുത്ത കൃപയനുസരിച്ച്, അവന്റെ കഴിവനുസരിച്ച് ജോലി ചെയ്തു. അവിടുന്ന് കിട്ടുന്ന വരുമാനമൊക്കെ ഞങ്ങളുടെ നല്ലൊരു ഇൻകമായിരുന്നു അവന് കിട്ടുക. ആ ഇൻകമൊക്കെ ഞങ്ങളുടെ കടം വീട്ടുവാനായിട്ട് ഒരു പരിധിവരെ ഇടയാക്കി. അങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള സമയം. ആ സമയത്ത് ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഇത് പരിഹരിച്ചു. മുമ്പോട്ട് ദൈവം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ദൈവത്തിന്റെ ആത്മാവ് മനസ്സിലാക്കി തന്നു. മുമ്പോട്ട് പോയുള്ള സമയത്ത് ദൈവരാജ്യ സംബന്ധമായ ഉപദേശം വീണ്ടും ഞങ്ങളുടെ സഭയിൽ പഠിപ്പിക്കുന്ന അതാണ്. അതിനെക്കുറിച്ച് പലർക്കും വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളെ ഇപ്പോൾ ആരാധിക്കുന്ന സഭയിലത് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അനേകര് സന്തോഷമായി സ്വീകരിക്കുന്നു. അപ്പോൾ തന്നെ ഒരു ഇൻസിഡന്റിലൂടെ പറയാം. ശത്രു ഞങ്ങളുടെ പുറകെ ഉണ്ട് എന്ന് പറയുവാന്ന് ഗുണം ഇടയാണ്. ഒരു സാഹചര്യം, ഒരു ദിവസം ഞാൻ എറണാകുളത്ത് നിന്ന് കാറിൽ മടങ്ങി വരിക, തനിയേ ഉള്ളൂ. ഒരു ഉച്ച തിരിഞ്ഞ സമയമാണ്. എറണാകുളത്ത് നിന്ന് ഏറ്റുമാനൂര് അടുത്ത സമയത്ത് ഞാൻ തനിയെ ഓടിച്ചുകൊണ്ട് വരികയാണ്. ഒരു പ്രൈവറ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ് വന്ന് എൻ്റെ കാറിൽ ഇടിച്ചു. നടുഭാഗം നേരെ ഫേസ് ടു ഫേസ് ആണ് ഇടി നടന്നത്. ആ കാറ് കംപ്ലീറ്റ് തകർന്നു. പക്ഷേ അത്ഭുതകരമായിട്ട് ദൈവം എന്നെ വിടുവിച്ചു. ഞാൻ അതിശയമായിട്ട് അതിൽ നിന്ന് ആൾക്കാർക്ക് കൂടി വന്നപ്പോൾ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഇതിന് വാതിൽ പൊളിച്ചാണ് ഇറങ്ങിയത്. അപ്പം മരിച്ചു കാണും എന്നുള്ള ചിന്തയിലാണ് നാട്ടുകാർക്ക് കൂടി വന്നത്. പക്ഷേ ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം അവിടെ നിന്നും വിടുവിച്ചു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലകളിൽ ദൈവം ഞങ്ങളെ ഇതുവരെയും വഴി നടത്തി. ഞങ്ങൾക്ക് മനോഹരമായിട്ടുള്ള അനേക അനുഭവങ്ങൾ ദൈവം തമ്പുരാൻ തന്നു. മകന്റെ വിവാഹം കഴിഞ്ഞു. മകന് ഓസ്ട്രേലിയയില് സെറ്റിലായി. മകന് ഒരു കുട്ടി ഉണ്ട്. കുഞ്ഞിനെ കൊടുത്തു. കുഞ്ഞിന്റെ പേര് കേലബ് എന്നാണ് പേര്. അത് വൈഫിന്റെ പേര് സേറ എന്ന്. മോടെയും വിവാഹം ഞാൻ പറഞ്ഞു. മോടെ വിവാഹം കഴിഞ്ഞു. മോള് ബാംഗ്ലൂരിൽ സെറ്റിലായി. ആ മോൻ അവിടെ വിപ്രോയിലെ ഒരു സീനിയർ മാനേജറാണ്. മോക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജോലി പിൽക്കാലത്ത് കിട്ടി. അവിടെ വിവാഹം കഴിക്കുന്നത്, കുഞ്ഞുണ്ടാകുന്നൊക്കെ റിസ്ക് ആണെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ആരോഗ്യമുള്ള ഒരു പൈതനെ കൊടുത്ത അവളുടെ പേര് ദെബോറ എന്നാണ്. നമുക്ക് 14 വയസ്സ് കഴിയുന്നു. കർണാടക സ്റ്റേറ്റ് ബോട്ട് ബാഡ്മിന്റൺ ടീമില് അവൾ അംഗമാണ്. അവിടെ റാങ്കിങ്ങിൽ വന്നിട്ടുണ്ട്. ഈ അടുത്ത ജനുവരിയിൽ ജയ്പൂരിൽ വെച്ച് നടക്കാനിരിക്കുന്ന ആളെ നാഷണൽ കോമ്പറ്റീഷന് വേണ്ടി അവള് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം ദൈവത്തിന് ഞങ്ങളെക്കുറിച്ച് വലിയ അനുഗ്രഹിക്കപ്പെട്ടതായ പദ്ധതികളാണുള്ളത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞങ്ങളുടെ കടങ്ങളൊക്കെ ഒരു പരിധിവരെ തീർന്നു. ബാക്കി ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു രീതി പറഞ്ഞ സ്വതന്ത്രരാണ്. പിന്നെ ദേശത്ത് ഞങ്ങള് സുവിശേഷ പ്രവർത്തനങ്ങള് പരസ്യങ്ങളൊക്കെ നടത്തുന്നു. ദൈവം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവം മുന്നോട്ട് പോകുന്നു. ദൈവത്തിന് ഞങ്ങളെ കുറിച്ചുള്ളതായ വലിയൊരു പദ്ധതി മനസ്സിലാക്കുവാൻ ഈ അനുഭവങ്ങളിലൂടെ ഒക്കെ ദൈവം ഇടയാക്കി രക്ഷയെക്കുറിച്ചും രക്ഷയുടെ സുരക്ഷയെക്കുറിച്ചും ഒക്കെ പറയുവാൻ ദൈവം സാവകാശങ്ങൾ തന്നു. ദൈവത്തിന്റെ നാം മഹത്വപ്പെടുമാറാകട്ടെ. എന്നൊക്കെ നല്ല സമയം തന്നതായിട്ടുള്ള ദൈവദാസനോട് നന്ദി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല സർവശക്തനായ ദൈവം ഈ സാക്ഷ്യം പറയുവാൻ ദൈവം ഇടയാക്കി. ആ ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും ദൈവത്തിന് സമർപ്പിക്കുന്നു. ഈ ഉദ്യമത്തിൽ സഹായിച്ചതാള് ക്രമീകരണങ്ങൾ ചെയ്തതാളുള്ള ആരോമ ടിവിയുടെ പ്രവർത്തകരെയും പ്രത്യേകം പാസ്റ്ററേയും പാസ്റ്ററോടുള്ളതായ നന്ദിയെ ഞങ്ങൾ അറിയിക്കുന്നു. അതേസമയം തന്നെ ഞങ്ങളെ ശ്രമിക്കുന്നതായിട്ടുള്ള സഹോദരന്മാര്
അവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ അല്പ ഇന്ററപ്ഷനൊക്കെ ഉണ്ടായെങ്കിലും എല്ലാം ദൈവം നന്നായി ചെയ്തു തന്നല്ലോ. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രിക്കായ സ്തോത്രം, ഞങ്ങൾ നല്ല സമയത്തിനായ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ആ നിലയിൽ അനുഗ്രഹീതമായ ഒരു പ്ലാറ്റ്ഫോം തന്നല്ലോ കർത്താവേ. ഞങ്ങളുടെ നാമത്തിലൂടെ മഹത്വപ്പെടുവാനിടയാകുന്നൊരു കർത്താവേ. ഞങ്ങളുടെ ദാസൻ ദാനിയേൽ ജോൺ പാസ്റ്റർക്കായ സ്തോത്രം കർത്താവേ, സ്തോത്രം. അതില് തന്നോട് കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങളെ ധാരാളമായിട്ട് കർത്താവ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട കർത്താവ് പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവ് തന്ന നല്ല സമയത്തിനായി വീണ്ടും അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സകലം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ കർത്താവിൻ ദാസൻ തോമസ് മാത്തിച്ചായൻ. ഇത്രത്തോളം സമയം ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു മർത്തോമ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട, അവിടുത്തെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ഉറച്ചു നിന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും യഥാർത്ഥത്തിൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും സത്യത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെടുവാനും കർത്താവിനാൽ ആ നിയോഗിക്കപ്പെട്ടതായ ആത്മീയമായ ശുശ്രൂഷകളൊക്കെ ചെയ്യുവാനും ദൈവം തിരഞ്ഞെടുത്തതായ ആ തിരഞ്ഞെടുപ്പിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ, ഒരുപാട് രോഗങ്ങൾ, തകർച്ചയുടെ അനുഭവങ്ങൾ, മരണകരമായ ഭയാനകമായ സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും അതിൻ്റെ നടുവിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുതമാർന്ന ആണിപ്പിഴുള്ള കരത്താൽ താങ്ങി നടത്തിയ ആ വിധങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാനുഷികമായി നോക്കിയാൽ ഒരുപക്ഷെങ്കിൽ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവവചനത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. അനേകരെ കർത്താവിലേക്ക് ഇന്നും പല ആത്മീയ ശുശ്രൂഷകളിലൂടെ നയിക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുവാനും ഇടയായിത്തീരുന്നു. കർത്താവ് സഹായിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ഏറെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ പിന്നെയും കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് തരുണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രിയിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.